Let's pray. Father God, we thank you. We thank you. May the words of my mouth and every meditation of my heart be pleasing in your sight, my Lord and Master Jesus. Amen. അക്ഷരാർത്ഥത്തിൽ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് വിളിച്ചു കയറ്റിയ ജോബിൻ അച്ഛനോട് നന്ദിയും ബഹുമാനവും പറഞ്ഞുകൊണ്ട് തുടങ്ങാം. താങ്ക് യു അച്ഛൻ. അച്ഛൻ കുറേ മാസങ്ങൾ മുമ്പായിരുന്നു വിളിച്ചത്. ഐ തിങ്ക് സെപ്റ്റംബർ ഒക്ടോബർ ആ സമയത്ത്. അന്ന് ഫെബ്രുവരിയിൽ എന്ന് പറയുമ്പോൾ അത് വെരി ഫാർ അവേ ആയിരുന്നു. പിന്നെ അതിങ്ങനെ ചെറുതായി ഡിസ്റ്റൻസ് ഇങ്ങനെ കുറഞ്ഞു വന്നു. പക്ഷേ അച്ഛാ, ഐ താങ്ക് യു ഫോർ ദിസ് പ്രിവിലേജ്. ഐ ഡു നോട്ട് ടേക്ക് ഇറ്റ് ലൈറ്റ്ലി. നോബിൾ അച്ഛൻ്റെ പ്രസംഗവും കേട്ടു. നമ്മുടെ ടെൻഷൻ കൂടി. അത്രയും ഭംഗി സംസാരിക്കാൻ ഏതായാലും എനിക്കറിയില്ല. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ തോന്നുന്നുണ്ടാവും, ഷാരൻ ആരെ ഇവിടെ കയറി നിന്ന് പള്ളിയിൽ പ്രസംഗിക്കാൻ ആരാണെന്ന്. അപ്പോൾ നമ്മൾ ഇഫ് യു ലുക്ക് അറ്റ് ബുക്ക് ഓഫ് നമ്പേഴ്സ് ഇൻ ദ ബൈബിൾ, ദ ചാപ്റ്റർ 22 ബലാം എന്ന് പറയുന്ന ഒരു പ്രവാചകനല്ല, പുള്ളി ഇസ്രായേലിൻ്റെ പ്രവാചകനല്ല, പക്ഷേ ആ പ്രവാചകനോട് സംസാരിക്കാൻ കർത്താവ് ഒരു കഴുതയെ ഉപയോഗിക്കുന്നുണ്ട്. സോ അതിൻ്റെ ഒരു പാർട്ടുമായിട്ട് കണ്ടാൽ മതി ഇത്. അത്രയേ ഉള്ളൂ സംഭവം. ലെറ്റ്സ് കം ടു ദ ടോപ്പിക്. ഇറ്റ്സ് ദ സ്റ്റോറി ഓഫ് മാർത്ത ആൻഡ് മേരി. ഞാൻ ഈ കഴിഞ്ഞ ആഴ്ചകളിൽ പല എൻ്റെ ഫ്രണ്ട്സിനോടും ചോദിച്ചു, മാർത്ത മേരിയുടെ കഥ അറിയാമോ? അപ്പോൾ എല്ലാം പറയും മേരി മാഗ്ഡലീൻ അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു മാഗ്ഡലീൻ അല്ല, മറ്റേ മാർത്ത മേരി, ജീസസിൻ്റെ മദർ. അപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ അല്ല. സോ അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ടു കവർ എവ്രി വൺ, ലെറ്റ്സ് റീഡ് ദ പാസേജ്. ഇറ്റ്സ് ദ ബുക്ക് ഓഫ് ലൂക്ക് chapter 10 verses 38 to 41. As Jesus and his disciples were on their way, he came to a village where a woman named Martha opened her home to him. She had a sister called Mary who sat at the Lord's feet listening to what he said. But Martha was distracted by all the preparations that had to be made. She came to him and asked, "Lord, don't you care that my sister has left me to do all the work by myself? Tell her to help me." "Martha, Martha," the Lord answered, "you are worried and upset about many things, but few things are needed, or indeed only one. Mary has chosen what is better, and it will not be taken away from her." ഇത് കേട്ടപ്പോൾ ആർക്കെങ്കിലും മാർത്തയോട് പാവം തോന്നിയോ? എനിക്കെപ്പോഴും ഐ ഓൾവേസ് ഫീൽ വെരി പ്രൊട്ടക്റ്റീവ് ഓഫ് മാർത്ത ബിക്കോസ് ഐ ആം എ മാർത്ത. സോ ഐ ഫീൽ വെരി പ്രൊട്ടക്റ്റീവ് ഓഫ് മാർത്ത. ആൻഡ് ഐ ലൈക്ക്, അതെന്താ കർത്താവേ അങ്ങനെ ഒരു ടോക്ക്? ബിരിയാണി വെക്കണ്ടേ? ലൈക്ക് ഇഫ് ദർ ആർ പീപ്പിൾ, ദർ ഇസ് ഫുഡ് ടു ബി സെർവ്ഡ് ആൻഡ് ദർ ഇസ് വർക്ക് ടു ബി ഡൺ, അപ്പോൾ അത് നോർമൽ അല്ലേ? ദാറ്റ് ഇസ് മൈ ഓൾവേസ് മൈ സ്റ്റാൻസ്. But let's paint a picture of how this situation was. So there is running water or electricity or ഒന്നും ഇല്ലാത്തൊരു കാലം. Printed Bible ഇല്ല. They had the Torah, the Jewish traditions of sacrificial hand washing and the 10 commandments. അതൊക്കെ അവർക്ക് അറിയുള്ളൂ. So ആ സമയത്ത് when Jesus the Son of God comes, എന്തോ ഓറയായിരിക്കും. ജസ്റ്റ് ഇമാജിൻ ഹീസ് ഇൻ ദാറ്റ് റൂം ആൻഡ് ജസ്റ്റ് ബി ഇൻ ഹിസ് പ്രസൻസ് വുഡ് ബി സോ ഹീലിംഗ്. ലൈക്ക് ഇമാജിൻ ദാറ്റ്. അവിടെ തൊട്ട് യു ഗോ ആൻഡ് ടച്ച് ദ ഹെൽം ഓഫ് ഹിസ് ഗാർമെൻറ്റ് ആൻഡ് യു ആർ ഹീൽഡ്. അത്രയും പവറുള്ള കർത്താവിൻ്റെ സാന്നിധ്യം ഉള്ള റൂമിൽ. ആൻഡ് എവ്രിബഡി, ഐ എം ഷുവർ ദേ വർ ഓൾ ലൈക്ക് ട്രാൻസ്ഫിക്സ്ഡ്. ഇങ്ങനെ ഇരുന്ന് കേട്ടുകൊണ്ടിരിക്കുമായിരിക്കും. ബിക്കോസ് വാട്ട് എവർ ഹീ സെഡ് വാസ് റെവല്യൂഷണറി. ഐ ഫോർ ഐ എന്ന് പറഞ്ഞിരുന്നിടത്ത് ലവ് യുവർ നെയ്ബർ, ലവ് യുവർ എനിമീസ്. പിന്നെ കർത്താവ് ദൈവത്തിനെ ഫാദർ എന്ന് വിളിക്കാൻ പഠിപ്പിക്കുന്നു. അങ്ങനെ വളരെ റെവല്യൂഷണറി ആയിട്ടുള്ള കാര്യങ്ങൾ കേട്ട് അവിടെയുള്ള എല്ലാ ആൾക്കാരും വളരെ ട്രാൻസ്ഫിക്സ്ഡ് ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പം മാർത്ത ബിരിയാണിയുടെ മുട്ട പുഴുങ്ങിയോ? അയ്യോ ഞാൻ നോക്കട്ടെ. ആൻഡ് ഷീ ഗോസ് ഓഫ് ഷീ ഗോസ് ടു ചെക്ക് ഇൻ ദ കിച്ചൺ. ചെയ്തിട്ടുണ്ടോ? ആ ചെയ്തിട്ടുണ്ട്. പിന്നെ അത് നോക്കിയപ്പോൾ വെള്ളം വെച്ചിട്ടുണ്ടോ? പോയി വെള്ളം വെച്ചു. എന്നാൽ ഷീസ് ലൈക്ക്, ഞാൻ ഇവിടെ ഒരു ചട്ടി എടുത്ത് വെക്കാൻ ആ മേരിയോട് പറഞ്ഞത് അവൾ ചെയ്തിട്ടില്ല. പിന്നെ ചട്ടി എടുത്ത് ചുമന്ന് പാവം അകത്തോട്ട് വരാൻ നേരത്ത് നോക്കുമ്പോൾ മേരി ഇത് ഇങ്ങനെ ഇരുന്ന് കർത്താവിൻ്റെ മുമ്പിൽ ഇരുന്ന് കഥയൊക്കെ കേട്ട് ഇരിക്കുക.
അപ്പോൾ now she was anxious to begin with and now she's angry on top of it. അപ്പോൾ പുള്ളിക്കാരത്തി വന്നിട്ട് കർത്താവിനോട് പറഞ്ഞു, കർത്താവെ ഞാനിവിടെ തന്നെ കിടന്ന് ചാകുക, ആരുമില്ല എന്നെ സഹായിക്കാൻ, ഞാൻ ഇവളോട് പറഞ്ഞ് എത്ര പണി, ഇവളോട് വന്ന് എന്നെ സഹായിക്കാൻ പറഞ്ഞേ. ദാറ്റ്സ് ലിറ്ററലി വാട്ട് ഷീ സെഡ്. കംപ്ലയിൻസ്. അപ്പോൾ കർത്താവിൻ്റെ അടുത്തിരിക്കുന്ന മേരി എന്നെ പറഞ്ഞു കാണും. ജസ്റ്റ് ഇമാജിൻ, ഐ എം പെയിൻറ്റിങ് എ പിക്ചർ ഹിയർ. ഇതിന് നമുക്ക് ഗോസ്പലായിട്ട് റെഫറൻസ് ഒന്നുമില്ല, പക്ഷേ എന്നാലും ഐ തിങ്ക് മേരി വുഡ് ഹാവ് സെഡ്, കർത്താവ് പ്ലീസ് എന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിടരുത്. എന്നെ ബിരിയാണി വെക്കാൻ ഞാൻ സഹായിച്ചത്, അവിടുത്തെ പണിയെല്ലാം കഴിഞ്ഞതാണ്. എനിക്ക് ഒന്നാമത് ബിരിയാണി വയ്ക്കാൻ അറിയത്തില്ല, ഞാൻ വെച്ചാൽ അത് ശരിയാകത്തില്ല, എന്നെ കുറേ വഴക്ക് പറഞ്ഞതാണ് ഇന്ന്, ഞാൻ കുറേ ചീത്ത കേട്ടതാണ്, ഞാൻ എവിടെ ചെന്നാലും മിസ്ഫിറ്റാണ്, ഞാൻ ഒരു ഫെയിലിയറാണ്. പക്ഷേ ഇവിടെ ഇരിക്കുമ്പോണ്ടല്ലോ ഭയങ്കര മനസ്സമാധാനമുണ്ട്, പ്ലീസ് ഞാൻ ഇവിടെ ഇരിക്കട്ടെ, എന്നെ ഇറക്കി വിടരുത്. അങ്ങനെ രണ്ടുപേരുടെയും ഇത് കേട്ട് കർത്താവ് ആരെങ്കിലും വഴക്ക് പറഞ്ഞോ? നോ, ഹി ഡിഡ്ന്റ്. ഹി കുഡ് ഹാവ് സെഡ്, മാർത്ത, ഞാൻ കുറച്ച് നാളും കൂടെ ഇവിടെയുള്ളൂ, ഞാൻ പറയുന്ന കാര്യങ്ങളാണ് ഇമ്പോർട്ടൻറ്റ്, അവിടെ ഇരുന്ന് കേൾക്കൂ എന്ന് പറഞ്ഞോ? ഇല്ല. വൈ? ബിക്കോസ് ഹി ന്യൂ ഹർ ആങ്സൈറ്റി. ഷീ വാസ് പ്രോബബ്ലി ഗോയിങ് ത്രൂ an anxiety spiral. നമ്മൾ ഈ കുറേ കാര്യങ്ങൾ ടെൻഷൻ അടിച്ച് കുറേ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ, ഇവർക്ക് അത് ചെയ്തു ഇത് ചെയ്തു, നമുക്ക് റിലാക്സ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരും. കുറേ ഭാരങ്ങളുണ്ട്, കുറേ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, യു റണ്ണിങ് അറൗണ്ട് ഡൂയിങ് ദിസ് ദാറ്റ്. നമുക്കൊന്ന് ഇരിക്കണമെന്നൊരു ശ്വസിക്കണമെന്നൊക്കെ ആഗ്രഹം കാണും, പക്ഷെ പറ്റുന്നില്ല. നമ്മളിങ്ങനെ കിടക്കിടക്കിടന്ന് പണിയെടുത്ത് ഇങ്ങനെ നടക്കുക. സോ അങ്ങനെയുള്ള മാർത്തയെ കണ്ട ദൈവം, he was so affectionate, like Martha എന്ന് പറഞ്ഞത് വളരെ affectionate ആണ്, because they were friends. Jesus was friends with Lazarus, Martha and Mary. അങ്ങനെ പുള്ളിക്കാരത്തെ വഴക്ക് പറഞ്ഞില്ല. മേരിയോട് പറഞ്ഞോ, മേരി go and help your sister എന്നും പറഞ്ഞില്ല. He said she has chosen the better part and it will not be taken away from her. മേരി എന്തായിരുന്നു ആക്ച്വലി? what was Mary doing? She was sitting at the feet of Jesus, being calm and learning from him. Learning from him എന്ന് പറയുമ്പോൾ, if you have googled anything psychology related, mental health related, or figuring out things related, അവർക്ക് യൂട്യൂബ് ഉണ്ടായിരുന്നില്ല. They didn't have Google, they couldn't Google it, they didn't even have a Bible to begin with. So Mary was trying to figure out things. She was going through a lot of things, and she was trying to, get some samadhanam from Christ. And the modern woman today, I think, is set up for failure. Like, if you love your work, if you are career-oriented, the general line would be, പിള്ളേരെ നോക്കുന്നില്ല, അവൾക്ക് ജോലി മാത്രമേ ഉള്ളൂ, ഒത്തിരി ട്രാവലാണ്, എന്നേരം മീറ്റിംഗാ, ഒത്തിരി നോക്കുന്നില്ല, so then you feel like a failure there. Or if you are a family person, and if you could be a housewife, or you could be someone who has taken a smaller job so that they could spend more time with family. അങ്ങനെയാണെങ്കിൽ പറയും, ഇവർക്ക് എന്തോരം കഴിവുള്ളതെന്നറിയാവോ, എന്നിട്ട് വെറുതെ ഇതെല്ലാം വേസ്റ്റ് ചെയ്യുക. So either way, there is a part of us that always feels like a misfit or like a failure. I think that was pretty much Mary's situation. നമ്മുടെ ഉള്ളിൽ എപ്പോഴും എല്ലാവർക്കും ഉണ്ട്, ഒരു മാർത്തയുമുണ്ട്, ഒരു മേരിയുമുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ കൂടുതലും മാർത്തയുടെ സൈഡ് ആൾ തന്നെയാണ്. പക്ഷേ I'm trying to be Mary. I'm trying to be calm, and I'm trying to sit at the feet of Jesus and learn from him. Okay? I think the problems that Martha and Mary faced and what we face today could be very, very different. Like, pragmatically, they are very different. Practically, they are different. But emotionally, I think നമ്മൾ very similar ആയിരുന്നിരിക്കാം. ഒരു sense of not belonging somewhere, and a sense of anxiety that just doesn't come, and a sense of failure, that എന്ത് ചെയ്യുന്നതും അങ്ങ് ശരിയാവുന്നില്ല, എന്ത് ചെയ്താലും അവസാനം കുറ്റം മാത്രമേ ഉള്ളൂ കേൾക്കുന്നത്. So I think we should take some time to sit at the feet of Jesus and learn from him and figure things out. Because honestly, most things in life are just figure outable. നമ്മളൊന്ന് ഇരുന്ന് സമാധാനത്തിൽ ചിന്തിച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ട് അധികം ഒന്നുമില്ല. I was very, very impressed with when
both our achins spoke about emotions, because അത് അധികം നമ്മൾ സംസാരിക്കാത്ത ഒരു ടോപ്പിക്കാണ്. And much respect to Achin for bringing someone who speaks about mental health onto a church platform. Thank you, Achin. So I would like to talk about the first slide we have is of identity. Okay. So in life we outsource a lot of things, like hair. Hair stylist ara പലരും മാറി മാറി വരും. If you see somebody's hair that you like and you're like, ഇതെവിടെ വെട്ടിയേ? And then you are able to, move from one hairdresser to another. Makeup, doctor, education, all these are things that you can outsource. And if you kind of find something better, you can move. All these things are for our wellness. But one thing that we should not outsource is our sense of identity. Our sense of identity, it should come from the Bible. What the Bible says about us, that's what we are. So അതിൽ കുറച്ച് തിയോളജി ഉണ്ട്. എനിക്ക് വളരെ കുറച്ചേ അറിയത്തുള്ളൂ. I had run it past ജോബിൻ അച്ഛൻ to make sure that അത് കുളവാക്കത്തില്ല. പക്ഷേ just to know that who we are created in the image of God. God is a spirit, so we are spirits. Okay? So I am a spirit, I live in a body, and I have a soul. The word soul is thoughts, will, and emotions. Okay? The word soul, mind, heart, ഇതൊക്കെ ബൈബിളിൽ they are used in close intersection. Okay? So think of mind management. We're going to deal with mind management. Okay? മൈൻഡ് എവിടെ ഇരിക്കുന്നത് അറിയാമോ ആർക്കെങ്കിലും? ഒരു കാര്യം പറഞ്ഞോട്ടെ, ഐ കോണ്ടാക്റ്റ് തരാതിരിക്കണ്ട. ഞാൻ ചോദ്യം ഇങ്ങനെ ചൂണ്ടിയൊന്നും ചോദിക്കത്തില്ല. ഓക്കെ, റിലാക്സ് ചെയ്ത് ജസ്റ്റ് കേട്ടോ. ബിക്കോസ് എനിക്കുണ്ട് ഉത്തരം അറിയത്തില്ല, അയ്യോ നോക്കണ്ട, അങ്ങനെ ചെയ്യണ്ട. ജസ്റ്റ് റിലാക്സ് ചെയ്തോ. നിങ്ങൾ ആരും ഉത്തരം പറഞ്ഞാലേ ഞാൻ തന്നെ പറയും, അത്രേ ഉള്ളൂ. ഓക്കെ, സോ മൈൻഡ് എവിടെ ഇരിക്കുന്നത്? ഇനി ഐഡിയ? ബ്രെയിൻ്റെ അകത്താണോ? ബ്രെയിൻ apart in your heart? Metaphorical heart or physical heart? Metaphorical heart. Okay, so actually ഇതിനൊരു ഉത്തരം എനിക്കും അറിയത്തില്ല. പക്ഷേ the mind is the control center. It's not the brain. So ഒരു വണ്ടി imagine like a car, and when you drive the car, what is the part of the car that you physically can control? It is അതിനകത്തുള്ള ഭാഗങ്ങൾ. It's the steering wheel, gas, brakes ഇതാണ്. So that is the mind. Okay, and the brain and the engine. The brain and the nervous system is the engine and the tires. നമ്മൾ ആരെങ്കിലും കൂടെ തീ കൊണ്ട് എഞ്ചിൻ്റെ താഴെ കൊണ്ട് കത്തിക്കുന്നുണ്ടോ? ഇല്ല. നമ്മൾ ടയർ പിടിച്ച് ഉന്തുന്നുണ്ടോ? ഇല്ല. All the control that we have is the mind, the steering. Okay, so അതാണ് നമ്മൾ ചെയ്യേണ്ടത്. We need to realize that there is a mind, and when we control the mind, the brain gets controlled. Okay, ബ്രെയിനിൻ്റെ സെൽസിൻ്റെ പേരെന്താ? Correct, neurons. So how we learn is when we make neural pathways. So ഒരു ന്യൂറോൺ വേറെ ന്യൂറോണായിട്ട് കണക്ട് ചെയ്ത് അതൊരു ന്യൂറൽ പാത്വേ ഉണ്ടാക്കും. So the first time you learn, it is difficult because you are creating new neural pathways. As in when നമ്മൾ കുറേ പ്രാവശ്യം അത് തന്നെ ചെയ്ത് വരുമ്പോൾ the pathway becomes strong. Like think of like a field of grass, ഒരു പുൽത്തകിടി. നമ്മൾ അതിലേക്കൂടെ ഇങ്ങനെ നടക്കുകയെന്ന് വെച്ചോ, അത് ഫുൾ ഗ്രാസ് ആണ്. ആൻഡ് ദെൻ യു ആർ വാക്കിംഗ് ത്രൂ ദ സെൻറ്റർ ഓഫ് ഇറ്റ്. ആദ്യം നടക്കുമ്പോൾ ദർ ഇസ് ഗ്രാസ്, യു ആർ സ്റ്റെപ്പിംഗ് ഓവർ ഇറ്റ്, കുറച്ചെണ്ണമൊക്കെ മാറി. ദ നെക്സ്റ്റ് ടൈം യു വാക്ക്, സം ഓഫ് ദ ഗ്രാസ് ഇസ് ഓൾറെഡി പാർട്ടഡ്, സോ ഇറ്റ്സ് സ്ലൈറ്റ്ലി ഈസിയർ. ബട്ട് ഓവർ ആൻഡ് ഓവർ നമ്മൾ അതിൽ നടക്കാൻ നേരത്ത് എന്താ പറ്റുന്നത്? ദർ ഇസ് എ പാത്ത് ദാറ്റ് ഫോംസ്. വേറെ ആൾക്കാർക്ക് നമുക്ക് ഈസി ആയിട്ട് നടക്കാം. സോ അതുപോലെ തന്നെയാണ് ബ്രെയിൻ. ഇറ്റ്സ് ജസ്റ്റ് ഫോർ ഇറ്റ്സ് എൻ എക്സ്ട്രീംലി ഡം ഡൗൺ വേർഷൻ, പക്ഷേ ദാറ്റ്സ് ഹൗ ഇറ്റ് വർക്ക്സ്. Neurons, they make connections, and then over and over when you do the same thing, it happens. That's how you control your mind. Okay, a big part of our mind is emotions.
And I'm very happy that Achan set the stage already. Emotion regulation. Does anybody have an idea what emotions are? എന്തെങ്കിലും പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. Correct. Those are emotions. Emotions എന്തിനാ God? Why did God create emotions? To express what we feel inside. Okay, any other ideas? Okay, so emotions were given as signals. Signals for yourself. Signals that would motivate a behavior. Like pedi. Fear is an emotion. Fear, we have fear so that it will encourage, it will make us run away. So like there is a pulley and there is us. You say, hi, pulley, break. Then the pulley says, hi, breakfast, and it's over. So that's why we have the emotion called fear. So that pulley karma, you know, it will automatically, in split seconds, your body is activated to run away. Your heart is racing, blood rushes to the extremities, and you have more power to run away. So that, what did the fear do? Fear saved your life. So അതുപോലെ എല്ലാ ഇമോഷൻസിനും ഒരു അർത്ഥമുണ്ട്. God didn't create emotions that didn't serve a purpose. പക്ഷേ but we just don't know how to regulate them. Okay, ചിലപ്പോൾ നമ്മൾ പറയും, ചില ആൾക്കാർക്ക് ഇമോഷൻസ് ആർ എവ്രിതിങ്. എനിക്കിന്ന് സങ്കടമാണ്, ഞാൻ ഇന്ന് ഫുൾ ദുഃഖിക്കും. ഇന്നെനിക്ക് ദേഷ്യമാണ്, ഞാൻ ചുറ്റുമുള്ള ആരും സമാധാനമായിട്ടിരിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. So it's like you're letting your emotions running wild. And there are other people who don't believe in emotions at all. എനിക്ക് ഇമോഷൻസ് ഒന്നുമില്ല, ഐ എം വെരി ലോജിക്കൽ. ഞാൻ ലോജിക്കൽ മാത്രം വിശ്വസിച്ച് ജീവിക്കുന്ന ആളാണ്. അങ്ങനത്തെ ആൾക്കാരെ മീറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഉണ്ടല്ലേ. സോ ഇറ്റ്സ് അങ്ങനത്തെ രണ്ട് എക്സ്ട്രീംസിലാണ് മോസ്റ്റ്ലി നമ്മൾ ആൾക്കാരെ കാണുന്നത്. ആൻഡ് the permission to feel or the permission to express emotions, അതും വളരെ ഡിഫറെൻ്റ് ആണ് ഫോർ മെൻ ആൻഡ് വിമൻ. സോ നമുക്ക് ചില അനുവദിച്ച് തന്നിരിക്കുന്ന, കൾച്ചർ അനുവദിച്ച് തന്നിരിക്കുന്ന ചില ഇമോഷൻസ് ഉണ്ട്. സ്നേഹം, നന്മ, പിന്നെന്താ, കൃപ, കരുണ, കാരുണ്യം, ദേഷ്യം. പറ്റത്തില്ല. എന്താ, അത് സ്ത്രീകൾക്ക് പറ്റത്തില്ല. അതെന്താ, അതങ്ങനെയാ, വിഴുങ്ങ, അത്രയേ ഉള്ളൂ. പക്ഷെ അതുപോലെ തന്നെ ആണുങ്ങൾക്കും. When a child comes to you, a little boy comes to you and said, I'm scared. പേടിക്കുന്ന, നാണമില്ലേ പേടിക്കാൻ? അയ്യേ. Or the child says, എനിക്ക് സങ്കടം വരുന്നു, കരയുന്നു, ആണായിട്ട് കരയുന്നു. So these are the conditionings that we have received from childhood. പക്ഷേ the point is, the truth is that എല്ലാവർക്കും എല്ലാ ഇമോഷൻസ് വരും. And what are you supposed to do with your emotions? You're supposed to acknowledge them. അതിനെ എടുത്തങ്ങ് ഭയങ്കരമായിട്ട് ആഘോഷിക്കേണ്ട. പക്ഷെ they are signals. Like എനിക്ക് വരുന്ന ഇമോഷൻസ് എനിക്കുള്ള സിഗ്നൽസാണ്. സോ ഇഫ് ഐ ആം ഫീലിംഗ് സ്കെയർഡ്, അത് എനിക്കുള്ള ഇമോഷനാണ്. അത് ഡീൽ ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി ആരുടെയാണ്? എൻ്റെയാണ്. ഇറ്റ്സ് നോട്ട് എനിബഡി എൽസസ്. ബട്ട് യു ക്യാൻ, ഇഫ് യു ആർ വറീഡ്, യു ക്യാൻ ഹാവ് സംബഡി ടു റെഗുലേറ്റ് ഇറ്റ് വിത്ത്. നോബിളച്ചൻ പറഞ്ഞ പോലെ അമ്മയെ വിളിച്ചൊന്ന് സംസാരിക്കുമ്പോൾ മനസ്സിനൊരു സമാധാനം. അതുപോലെ തന്നെ അമ്മയ്ക്കൊരു ടെൻഷനുള്ള അച്ഛനെ വിളിക്കത്തില്ലേ? സോ ഇറ്റ്സ് എ മ്യൂച്വൽ തിങ്. ഒരു പരസ്പര സഹകരണ സംഘം എന്നൊക്കെ പറയുന്നത് പോലെ. സോ ദാറ്റ് ഈസ് co-regulation. But generally, for the most part of it, we regulate our own emotions. So emotions, you can think of them as like a floatable material. നമ്മുടെ സ്റ്റൈറോഫോം ഒക്കെ ഇല്ലേ, സ്റ്റൈറോഫോം, തെർമോക്കോൾ നമ്മുടെ നാട്ടിൽ പറയും, അതുപോലത്തെ ഒരു മെറ്റീരിയലാണ് വിചാരിച്ചു. സോ ഇഫ് യു സ്റ്റഫ് ഇറ്റ് ഡൗൺ, ഇഫ് യു ട്രൈ ടു സ്റ്റഫ് ഇറ്റ് ഡൗൺ, നമ്മൾ വെള്ളത്തിൻ്റെ അടിയിലോട്ട് തള്ളി പിന്നെ മുകളിൽ കല്ലൊക്കെ കയറ്റി വെച്ച് നമ്മളങ്ങ് അത് അങ്ങനെയൊന്നും ഇല്ല എന്ന് ഉദ്ദേശിച്ച് വെച്ചിരുന്നതെന്ന് വെച്ചാൽ, ഇൻ സം വെരി ഇൻഓപ്പർച്യൂൺ മൊമെൻറ്റ് ഇത് എല്ലാം കൂടെ കം അപ്പ്. സോ ലൈഫ് ജനറലി വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ സ്റ്റില്ലായിട്ടൊക്കെ പോകുവാണേ, യുൽ ബി ഫൈൻ. ബട്ട് കാറ്റും കോളും ഒക്കെ വന്ന് വെള്ളം ഒന്ന് അനങ്ങി കഴിയുമ്പം ഇത് നമ്മൾ ഈ അടിയിൽ കൊണ്ട് ഒളിപ്പിച്ച് വെച്ച സാധനങ്ങളെല്ലാം പൊങ്ങി അങ്ങ് വരാതെ ആ നേരത്തെ നമുക്ക് മാനേജ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. സോ വാട്ട് യു നീഡ് ടു ഡു ഇസ്, സിഗ്നൽ വരാൻ നേരത്ത് സിഗ്നലിനെ അക്നോളജ് ചെയ്യണം. ഫസ്റ്റ് ഓഫ് ഓൾ അക്നോളജ് ദാറ്റ് ഐ ആം ഫീലിംഗ് ദിസ്. സോ അതിൻ്റെ സംടൈംസ് യു നീഡ് ടു ഡു എ ലിറ്റിൽ ബിറ്റ് ഓഫ് ഇൻട്രോസ്പെക്ഷൻ. ഒന്ന് ചോദിക്കുക,
സാംസിൽ ഡേവിഡ് ചോദിക്കുന്നുണ്ട്, ഓ മൈ സോൾ വൈ ആർ യു ഡിസ്ക്വയറ്റ് വിത്തിൻ മീ, വൈ ആർ യു അപ്സെറ്റ് എന്ന്. സൈക്കോളജി ഇപ്പോൾ ന്യൂറോ സയൻസ് ഒക്കെ ഇപ്പോൾ പഠിച്ചുകൊണ്ട് വരുന്ന സാധനങ്ങളാണ്. ലൈക്ക് ടു ഹാവ് എ ടോക്ക് വിത്ത് യുവർ സെൽഫ് ഓർ ടു ടോക്ക് ടു യുവർ സെൽഫ്. അത് ബൈബിളിൽ പണ്ടേ പറഞ്ഞു വെച്ചിട്ടുണ്ട്. സോ യു ക്യാൻ ഹാവ് എ ടോക്ക് വിത്ത്. എന്തിനാണ് എനിക്കിപ്പോൾ പേടി വന്നിരിക്കുന്നത്? വാട്ട് ഹാപ്പൻഡ്? എന്തിനാണ് എൻ്റെ പേടി? സോ ടേക്ക് സം ടൈം ടു സിറ്റ് ആൻഡ് ഫോക്കസ് ഓൺ ദ ഫിയർ. എന്താണ് പേടി? എന്തിനാണ് വന്നത്? എല്ലാം ഒന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ, ആൻഡ് ഇഫ് യു നെയിം ദറ്റ് ഇമോഷൻ, ദാറ്റ്സ് എ ബിഗ് ഡിഫറൻസ്. ദാറ്റ് മേക്സ് എ ബിഗ് ഡിഫറൻസ്. There is this app called How We Feel. It's a free app ആണ്. യേൽ യൂണിവേഴ്സിറ്റിയുടെ ഇമോഷണൽ ഇൻ്റലിജൻസ് വിഭാഗം ഉണ്ടാക്കിയ ഒരു സാധനമാണ്. സോ ഇഫ് യു ഡൗൺലോഡ് ദാറ്റ് ആൻഡ് ചെക്ക് ഇൻ വിത്ത് ദാറ്റ്, അതൊരു വെറുതെ ഒരു സിമ്പിൾ, ഇറ്റ് വിൽ ജസ്റ്റ് ടീച്ച് യു ടു നെയിം യുവർ ഇമോഷൻസ്. ഓക്കെ, സോ നെയിം ചെയ്യുമ്പോൾ തന്നെ ദർ ഇസ് എ ബിഗ് ഡിഫറൻസ്. ഇറ്റ്സ് ലൈക്ക് ഇറ്റ്സ് ബീൻ അക്നോളജ്ഡ്. പിന്നെ അതിൻ്റെ പവർ ജനറലി ഇച്ചിരി അങ്ങ് കുറയും. സോ യു ആർ സപ്പോസ് ടു അക്നോളജ് ദാറ്റ് യു ആർ feeling this emotion and regulate it. Okay, ഇമോഷൻസിനെ പറ്റി പറയാൻ നേരത്ത് വിൽ ടോക്ക് അബൌട്ട് 3 മെയിൻ ആൾക്കാർ. കൗൺസിലിംഗ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഐ ഫീൽ ദാറ്റ് വിമൻ ജനറലി ദീസ് ആർ ദ 3 things that we kind of have a struggle with. I'm actually not sure what you guys struggle with, but ഞാൻ ഇവിടെയാണ് സംസാരിക്കുന്നത്. So the first one is anxiety. Anxiety എന്താണെന്ന് അറിയാമോ? Any ideas what anxiety is? ആങ്സൈറ്റി എന്താണെന്നാണോ? ആങ്സൈറ്റി എൻ്റെ ഒരു ഡെഫിനേഷനിൽ ഞാൻ ആങ്സൈറ്റി മാനേജ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറയാം. എല്ലാം വളരെ ഒരു സ്ഥലത്ത് ഇറങ്ങണമെങ്കിൽ 1 മണിക്കൂർ മുന്നേ ഇറങ്ങാൻ നോക്കും. ഒരു കാര്യം ചെയ്യണമെങ്കിൽ അതൊരു 10 ദിവസം മുന്നേ ചെയ്യാൻ നോക്കും. അങ്ങനെയാണ് ഞാൻ എൻ്റെ ആങ്സൈറ്റി, എന്തെങ്കിലും റോങ് ആയി നടക്കും എന്നുള്ളൊരു പേടിയാണ് എൻ്റെ ആങ്സൈറ്റി. That's actually very, very good. Thank you. So anxiety is a fear of the future, or ഭാവിയിൽ നടക്കാൻ പോകുന്ന ഒരു സാധനത്തിനെ ഓർത്തിട്ടുള്ള നമ്മുടെ ഒരു ആങ്സൈറ്റിയാണ്. ഇപ്പം ഈ ഒരു പ്രസൻറ്റേഷൻ എപ്പോൾ തുടങ്ങിയ ആങ്സൈറ്റി ആണെന്നറിയാമോ? അച്ഛൻ വിളിച്ചപ്പം തുടങ്ങിയതാണ്. പിന്നെ ഇങ്ങനെ കാലം ഇങ്ങനെ അടുത്തടുത്തടുത്ത് വരുമ്പോഴത്തേക്കും നമ്മളിതിൻ്റെ ഒരു വേർഷൻ ഉണ്ടാക്കുന്നു, നമ്മളത് മാറ്റുന്നു, പിന്നെ അടുത്ത വേർഷൻ ഉണ്ടാക്കുന്നു. ഇങ്ങനെ പൊളിച്ചു പണി തന്നെ. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് എന്നെ വിളിക്കുന്ന എല്ലാവർക്കും ചോദിക്കാൻ ഒരു സാധനമുള്ളൂ, ഞാൻ ടെൻഷനുണ്ടോ? വലിയ കുഴപ്പമില്ലാതിരുന്ന എനിക്ക് അപ്പം ഞാൻ ടെൻഷൻ അടിക്കണോ? എനിക്കിച്ചിരി പേടി കുറവുണ്ടോ എന്നൊരു സംശയം. സോ അങ്ങനെ നമ്മളുടെ ഒരു ആങ്സൈറ്റി എന്ന് പറയുന്ന സാധനം. പക്ഷെ എന്തിനാ, വൈ ഡിഡ് ഗോഡ് ക്രിയേറ്റ് ആങ്സൈറ്റി? വാട്ട് ഇസ് ദ പേർപ്പസ് ഓഫ് ആങ്സൈറ്റി? Protection. Anxiety is preparation. Yes, it's future dated ആയത് കാരണം ഇറ്റ്സ് അബൌട്ട് പ്രിപ്പറേഷൻ. സോ ഈ സാധനത്തിന് ഈ പേടി കാരണം നമ്മൾ വായിച്ചു കൂട്ടിയ പുസ്തകങ്ങളിൽ, കേട്ടുകൂട്ടിയ പോഡ്കാസ്റ്റുകൾ, വായിച്ചു കൂട്ടിയ ബൈബിള്, so it's supposed to make you prepare for the event that is in store. If it is financial anxiety that you have, it is what you will work hard to earn more money so that your future is secure. So അതാണ് ഫ്യൂച്ചറിനെ പറ്റിയുള്ള സാധനമാണ്. സോ ആങ്സൈറ്റി സെർവ്സ് ദിസ് പർപ്പസ്. പക്ഷേ ഇപ്പം അത് ഒരു പ്രിപ്പറേഷൻ ഒരു ലെവലാകുമ്പോൾ നമ്മുടെ ആങ്സൈറ്റി ഇച്ചിരി ഒന്ന് കാമാവും. പിന്നെയും കുറച്ച് നെർവ്സ് ഒക്കെ ഉണ്ടാകും, ബട്ട് ദാറ്റ്സ് ഫൈൻ, അതൊരു പ്രശ്നമല്ല. ബട്ട് ഇഫ് യു ആങ്സൈറ്റി ഈസ് ആക്ച്വലി ഇൻ്റർഫിയറിങ് വിത്ത് യുവർ ലൈഫ്, ലൈക്ക് നമ്മൾ എന്തോരം പ്രിപ്പയർ ചെയ്താലും നമ്മുടെ ആങ്സൈറ്റി ഈസ് നോട്ട് ഗോയിങ് ഡൗൺ, ബിക്കോസ് ഇറ്റ് ഈസ് സപ്പോസ് ടു ഗോ ഡൗൺ. ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ഡൗൺ ആൻഡ് യു ആർ നോട്ട് ഏബിൾ ടു ഫങ്ഷൻ, ചിലപ്പോൾ ബ്രീത് ചെയ്യാൻ ഡിഫിക്കൽട്ടി ഉണ്ടാവും, ചിലപ്പോൾ നെഞ്ചുവേദന ഉണ്ടാവും, കെൻ ഗോ ഇൻ ടു എ പാനിക് അറ്റാക്ക്, ചിലപ്പോൾ ഹാർട്ട് അറ്റാക്ക് ആണെന്നൊക്കെ ആൾക്കാർ വിചാരിക്കും. ഇറ്റ്സ് കോൾഡ് എ പാനിക് അറ്റാക്ക്. സോ അങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോൾ ദെൻ ഇറ്റ്സ് നോട്ട് ആങ്സൈറ്റി എനിമോ, ഇറ്റ്സ് എൻ ആങ്സൈറ്റി ഡിസോർഡർ. അപ്പോഴാണ് നമുക്ക് ഹെൽപ്പ് ആവശ്യമുള്ളത്. ആ സമയത്ത് യു ക്യാൻ കോൾ സംവൺ, ഓർ യു ക്യാൻ ഗെറ്റ് തെറപ്പി, ഓർ യു ക്യാൻ സീ സൈക്കാട്രിസ്റ്റ്. കുറേ ഓപ്ഷൻസ് ആർ അവൈലബിൾ. ഇപ്പോൾ നമ്മൾ ഈ 45 മിനിറ്റ് കൊണ്ട് നമ്മുടെ ആങ്സൈറ്റി ഒന്നും സോൾവ് ചെയ്യാൻ പോകുന്നില്ല. പക്ഷേ ഐ ജസ്റ്റ് വോണ്ട് ടു ഗിവ് യു സം പോയിൻറ്റേഴ്സ് that you will have in your head. എന്തെങ്കിലും ആവശ്യമുള്ള, even if you are going through things, or if somebody you know is going through things, how to help them. Okay, the worst thing to say to somebody going through a panic mode would be calm down. അത് വളരെ റോങ് ആണ്. You can listen to them. How can I help എന്ന് ചോദിക്കാം. You can be there for them. വെള്ളം എന്തെങ്കിലും ഹെൽപ്പ് ആവശ്യമുണ്ടോ, ഇല്ലെങ്കിൽ just be there.
അവർ പറയുന്നത് ചെയ്ത് നമ്മളത് പടി അതുണ്ടല്ലോ, ഞാനൊരു സ്പീച്ച് കേട്ടായിരുന്നേ, നല്ലോണം ബ്രീത് ചെയ്താൽ മാറുമെന്ന് പറയുന്നത്. ബ്രീത് ചെയ്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും അടി കിട്ടും. സോ അത് കാരണം അങ്ങനെ ചെയ്യേണ്ട. സോ ഇഫ് സംബഡി ഈസ് ഓൺ ആൻ ആങ്സൈറ്റി സ്പൈറൽ, ജസ്റ്റ് ബി ദെയർ ഫോർ ദം. ഓക്കെ, ദാറ്റ് ഈസ് ആങ്സൈറ്റി. സെക്കൻഡ് വൺ ഈസ് ഷെയിം. ഷെയിം എന്താ? ഞാൻ ഇങ്ങോട്ട് പിന്നെ നോക്കുമ്പോൾ Any areas? Shame? Embarrassment. Embarrassment is a part of shame, yes. ഷെയിമിൻ്റെ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഞാൻ സൗത്ത് ആഫ്രിക്കയിൽ വന്നു കഴിഞ്ഞിട്ട് ആദ്യത്തെ ഓണം, സൗത്ത് ആഫ്രിക്കയിൽ ഇവിടെ വന്ന് ജനറലി ഇഫ് യു ഗോ ടു എ പാർട്ടി സംതിങ്, ഇവിടെ അങ്ങനെ ഭയങ്കര ഡ്രസ്സപ്പ് കൾച്ചർ ഇല്ല, അറ്റ്ലീസ്റ്റ് അന്നുണ്ടായിരുന്നില്ല. നമ്മുടെ എല്ലാവരുടെയും പിള്ളേരൊക്കെ ഈ കുഞ്ഞു പ്രായമാണ്. സോ മിക്കവാറും അവരൊക്കെ PJs ഡീച്ച് നമ്മൾ കൊണ്ടുവരും. സോ ഇവിടെ ഒരു ഓണം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു സൽവാർ കമ്മീസ് ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ അങ്ങനെ വലിയതായിട്ടൊന്നും ഒരുങ്ങിയൊന്നുമില്ല. എൻ്റെ പിള്ളേരൊക്കെ ഞാൻ അടുത്തങ്ങ് പോയി. അവിടെ ചെന്നപ്പോൾ എല്ലാവരും നല്ല സാരിയൊക്കെ കൊടുത്ത്, ഇവിടെ നാട്ടിൽ ഒരുങ്ങോ? അപ്പോൾ നമുക്കൊരു ഇച്ചിരി ഒരു ഷെയിം, ഐ ഷുഡ് ഹാവ് ഡൺ ബെറ്റർ എന്നുള്ളൊരു ഫീൽ. അത്രേ ഷെയിം കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളൂ. സോ ദ നെക്സ്റ്റ് ടൈം യു ഗോ ദേ യു ഡു ബെറ്റർ. പിന്നത്തെ പ്രാവശ്യം നമ്മൾ സാരി കൊടുത്തു, പിള്ളേർക്ക് പട്ടുപാവാടയൊക്കെ തയ്പ്പിച്ചു സെറ്റാക്കി. ഓക്കെ, സോ ദാറ്റ് ഈസ് വാട്ട് വാസ് ഇൻറ്റൻറ്റഡ് purpose of shame. But what we all carry is called something called a toxic shame, in which the feeling that, hey, something is wrong with me, ഞാൻ പോരാ. It can be based on a lot of things. Childhood experiences ആകാം. Maybe you were not a wanted child. Maybe you were a rejected child. ചിലപ്പോൾ ആർക്കും വലിയൊരു താല്പര്യമൊന്നും ഇല്ലായിരുന്നു, വലിയ ലുക്കൊന്നും ഇല്ലായിരുന്നു, അല്ലെങ്കിൽ വലിയ പേഴ്സണാലിറ്റി ഒന്നും, എന്തെങ്കിലുമൊക്കെ വെച്ച് ആരെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞിങ്ങനെ കുത്തി ഒന്ന് വേദനിപ്പിച്ചൊക്കെ വിട്ട് കാണുമായിരിക്കും. സോ അതെല്ലാം നമ്മളിങ്ങനെ ഉള്ളിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ ചിലപ്പം നമുക്കുണ്ടായ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് ഇപ്പം അപ്പോൾ ലൈക്ക് അബ്യൂസ് ഓർ സംതിങ്, അങ്ങനെ എന്തെങ്കിലും ആൾക്കാരുടെ കയ്യിൽ നിന്ന് നമ്മളെ സംബഡി ഹൂ വാസ് സപ്പോസ് ടു പ്രൊട്ടക്റ്റ് യു, അവരുടെ കയ്യിൽ നിന്ന് അങ്ങനത്തെ എന്തെങ്കിലും പേടിപ്പെടുത്തുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദാറ്റ്. സോ അങ്ങനത്തെ ഒരു അനുഭവം വരാൻ നേരത്ത് ആസ് എ ചൈൽഡ്, ഇഫ് യു ആർ എ ചൈൽഡ്, നമ്മൾ ദാറ്റ് മാൻ ഇസ് ബാഡ് എന്നല്ല വിചാരിക്കുക, സംതിങ് ഇസ് റോങ് വിത്ത് മീ. ദാറ്റ്സ് ഹൗ എ ചൈൽഡ് പ്രോസസ്സസ് ഇറ്റ്. ബിക്കോസ് ഗ്രോൺ അപ്പ് പീപ്പിൾ ഹു ആർ സപ്പോസ് ടു ടേക്ക് കെയർ ഓഫ് ലൈക്ക് എ ടീച്ചർ ഓർ എനി വൺ, അങ്ങനത്തെ വിചാരം അവർ തെറ്റ് ചെയ്യുന്ന പിള്ളേർക്ക് കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. സോ ദേ ജനറലി തിങ്ക് ദാറ്റ് സംതിങ് ഇസ് റോങ് വിത്ത് മീ. ആൻഡ് അത് ആ സമയത്ത് ആരോടും പറയാൻ പേടിയായിരിക്കും. മിക്കവാറും ഓ മൈ ഗോഡ് ദിസ് ഇസ് സോ കൺഫ്യൂസിങ്, ആൻഡ് ഇറ്റ് ഇസ് വെരി വെരി കോമൺ. സോ നമ്മളത് ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കും, എനിക്കെന്തോ പ്രശ്നമുണ്ട് എന്നുള്ള ഒരു വെച്ചിട്ട് ആ ഒരു ഷെയിമും കൊണ്ട് നമ്മൾ വളരും. ഇല്ലെങ്കിൽ ചില ഷെയിം ക്യാൻ ആക്ച്വലി റൺ ഇൻ ഫാമിലീസ്. ലൈക്ക് ഫാമിലി നമ്മൾ എന്തെങ്കിലും മോശം എന്ന് നമ്മൾ തന്നെ വിചാരിച്ച് വെച്ചിരിക്കുന്നതിന് സാധനം ഉണ്ടാവും. മിക്കവാറും അത് ഇങ്ങനെ തന്നെ അടുത്ത ജനറേഷനോട് പറഞ്ഞു കൊടുക്കും. സോ അവർക്കും അതും കിട്ടി. അത് റിയൽ ആവണം എന്നില്ല. ഇറ്റ് ഇസ് സംബഡീസ് എക്സ്പീരിയൻസ്, സംബഡീസ് ഇമാജിനേഷൻ. പക്ഷെ we all carry that in our hearts, shame. And what happens with shame is that അത് എപ്പോഴും നമ്മുടെ കോൺഫിഡൻസിനെ കെടുത്തിക്കൊണ്ടിരിക്കും. നമുക്ക് എന്ത് ചെയ്യുമ്പോഴും എന്തോ ഇത് ശരിയല്ലല്ലോ, ഞാനോ, അങ്ങനത്തെ ഒരു ഉള്ളിൽ നിന്ന് ഇത് ശരിയല്ല, യു ആർ നോട്ട് ക്വാളിഫൈഡ് ഫോർ യു കാൻ ഡു ദിസ്, അങ്ങനത്തെ നമ്മളിങ്ങനെ പുറകോട്ട് വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് ഈ ഷെയിം. സോ ആ സാധനത്തിന് നമുക്ക് കൊല്ലണം എങ്ങനെയാണെന്ന് അറിയാം. സോ ഷെയിം ഡൈസ് when stories are told in safe spaces. നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ നമുക്ക് ആ സേഫ് സ്പേസ് ചിലപ്പോൾ കിട്ടിക്കാണത്തില്ലായിരിക്കും. ബിക്കോസ് അത് നമ്മളുടെ ജനറേഷനിൽ അത് അധികം ഉണ്ടായിരുന്നില്ല. ഇറ്റ് ഇസ് സംതിങ് ദറ്റ് നൗ വി ആർ ബിഗിനിങ് ടു ടോക്ക് അബൌട്ട്, ടു ടെൽ അവർ ചിൽഡ്രൻ ഗുഡ് ടച്ച് ബാഡ് ടച്ച്, എല്ലാ സാധനമൊക്കെ നമ്മൾ ഇപ്പോഴാണ് പഠിപ്പിച്ച് വരുന്നത്. നമ്മുടെ പഴയ ഇതിൽ നമുക്കതൊന്നും ഉണ്ടായിരുന്നില്ല. സോ നൗ വാട്ട് വി ഡു ഇസ് വി create safe spaces for children to come and be. Or even if it's happened to us, you go and speak to someone so that you can find ഒരു ഹീലിംഗ്. അത് നമ്മൾ പറയുമ്പോൾ തന്നെ when you acknowledge ചെയ്യുമ്പോൾ തന്നെയും അത് കുറേ അങ്ങോട്ട് മാറി നമുക്കൊരു റിലീസ് കിട്ടും. ആൻഡ് യു മൈറ്റ് തിങ്ക് ദാറ്റ് അയ്യോ അത് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെയാണ്, ഈ ഇരിക്കുന്ന ആൾ ഒരുമാതിരിപ്പെട്ട, നമ്മൾ ഇഫ് യു ആർ ഗോയിങ് ഫോർ കൗൺസിലിംഗ് സെഷൻ, ആ ഇരിക്കുന്ന ആൾ ഒരുമാതിരിപ്പെട്ട എല്ലാവരുടെയും കയ്യിൽ ഇത് കേട്ടിട്ടുണ്ടാവും. സോ ഇറ്റ്സ് നോട്ട് എ ന്യൂ തിങ്. പക്ഷേ നമ്മുടെ മനസ്സിൽ ഇത് നമുക്ക് മാത്രം സംഭവിച്ചൊരു കാര്യമായതാണ് നമ്മളിങ്ങനെ എന്തോ വലിയ പ്രശ്നമായിട്ട് അത് താങ്ങിക്കൊണ്ട് നടക്കുമായിരിക്കും. സോ ഇറ്റ്സ് എ വെരി ഗുഡ് ഐഡിയ ടു ഗെറ്റ് ഹെൽപ്പ്, ടു ഗോ ഫോർ തെറപ്പി. ഇതൊക്കെ ഒരു പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ ദെൻ ഇറ്റ് മേക്സ് എ ബിഗ് ഡിഫറൻസ് ടു അസ്. ആൻഡ് ദ തേർഡ് തിങ് ഈസ് വൾനറബിലിറ്റി. വൾനറബിലിറ്റി ആ വാക്ക് വളരെ പുതിയതാണ്.
വളരെ പുതിയതെന്ന് വെച്ചാൽ നമ്മുടെ സംസാരത്തിൽ ഇൻ ഡിസ്കഷൻസ് ദിസ് ഇസ് ആക്ച്വലി ക്വൈറ്റ് ന്യൂ. ആർക്കെങ്കിലും അറിയാവോ വൾണറബിലിറ്റി എന്താണെന്ന്? ആരും എന്ത് പറഞ്ഞു? കേട്ടില്ല. വൾണറബിലിറ്റിയോ? നമ്മുടെ വൾണറബിലിറ്റി അവർ ചൂഷണം ചെയ്യുന്നല്ലേ? ദാറ്റ്സ് കറക്റ്റ്. സോ വൾണറബിലിറ്റി ഇസ് like doing something where you do not have any control over the outcome and where there is emotional exposure. ഞാനിപ്പോൾ ഈ ചെയ്യുന്ന സാധനം അത്യാവശ്യം വൾണറബിലിറ്റി എൻ്റെ കയ്യിൽ നിന്ന് എടുക്കുന്നുണ്ട്. സോ ഇത് ചിലപ്പോൾ ഇത് കുളമാകാം, ആൾക്കാർക്കൊന്നും മനസ്സിലായില്ലെങ്കിലോ, അവരൊക്കെ ബോറടിച്ചാലോ, ആരെങ്കിലും ഉറങ്ങി നിലത്തോട്ട് വീണാലോ. സോ ഇമാജിൻ ചെയ്യാവുന്ന ഒരുമാതിരി എല്ലാ സിനാരിയോ നമ്മൾ ഓൾറെഡി ഇത് ചെയ്തു വെച്ചിട്ടുണ്ട്. So when you have all these possible failure situations in front of you and you still courageoടെ അത് ചെയ്യുമ്പം ആ ഒരു സാധനത്തിനെയാണ് വൾണറബിലിറ്റി എന്ന് പറയുന്നത്. When you're opening yourself up to emotional exposure. വൾണറബിലിറ്റി വരുമ്പോൾ നമുക്ക് ജനറലി ദർ ഇസ് സംതിങ് കോൾഡ് എൻ ആർമർ ദറ്റ് യു ഗോ ഫോർ. അത് പല സാധനങ്ങളാണ്. ഇതിപ്പോൾ എൻ്റെ ഒരു ഇമോഷണൽ നെർവിന് ഇത് തൊടുമോ എന്ന് ചോദിക്കുമ്പോൾ we reach for anger. Sometimes we reach for anger. Sometimes we reach for perfectionism. Sometimes we reach for detachment. എന്ന് വെച്ചാൽ പിന്നെ ഇവരോട് നമ്മൾ മിണ്ടത്തില്ല. നമ്മൾ ഇച്ചിരി വൾണറബിൾ ആകുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ ചിലപ്പോൾ we might just run away from those kind of people. So these are things that, vulnerability ഇത് ചെയ്ത്. പക്ഷേ without vulnerability there is no courage. Vulnerability ഉള്ളത് കൊണ്ടാണ് നമ്മൾ അതിന് മുകളിൽ ബലമായിട്ട് കറേജസ് ആയിട്ടും കാര്യങ്ങൾ ചെയ്യുന്നത്. ലൈക്ക് ഒരു യുദ്ധത്തിന് പോകുമ്പോഴും ദേ ആർ എക്സ്പോസിങ് ദംസെൽവ്സ് ടു ഡെത്ത്, ടു ബോംബ്, അല്ല ഓൾ കൈൻഡ്സ് ഓഫ് തിങ്സ്. പക്ഷേ ദാറ്റ് ഈസ് വൈ ദർ ഇസ് കറേജ്. സോ ആൻഡ് വൾണറബിലിറ്റി യു ഡോണ്ട് ജസ്റ്റ് ഗോ ആൻഡ് ഓപ്പൺ അപ്പ് എവറിതിങ് ഇൻ ഫ്രണ്ട് ഓഫ് ഇത് ആൾക്കാർ, വിച്ച് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. യു ഡോണ്ട് ഗോ ആൻഡ് ഡു ദാറ്റ്. സോ വാട്ട് യു ഡു ഇസ് യു ഡു സ്മോൾ എക്സ്പോഷേഴ്സ്. നമ്മളൊരു ചെറിയ കാര്യം പറയുന്നു ആൻഡ് ദർ ഇസ് ആ കേൾക്കുന്ന ആൾക്കാർ ദേ ട്രീറ്റ് യു വിത്ത് റെസ്പെക്റ്റ് ആൻഡ് ദെൻ യു ക്യാൻ ഓപ്പൺ അപ്പ് മോർ. സോ ഇറ്റ്സ് ലൈക്ക് എ പിരമിഡ്. യു ആർ ബിൽഡിംഗ് vulnerability, trust. That is how relationships are built. That is how friendships are built. Friendships actually is a mutual sharing of vulnerabilities. നമ്മളുടെ ഇൻസെക്യൂരിറ്റീസ് ഒക്കെ നമ്മൾ പറഞ്ഞ്. സോ മൈ ബെസ്റ്റ് ഫ്രണ്ട് നോസ് എവറിത്തിങ് അബൌട്ട് മീ. ഉപയോഗിക്കണമെങ്കിൽ അവൾക്ക് എന്നെ നല്ലോണം ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ സംടൈംസ് ഇഫ് യു ആർ ഫീലിംഗ് ഇൻസെക്യൂർ ഇൻ എ സിറ്റുവേഷൻ, ഈവൻ ബിഫോർ യു നോ ഇറ്റ് ദേ വിൽ സേ ഇല്ല, കുഴപ്പമൊന്നുമില്ല, നന്നായിട്ടുണ്ട്, പൊക്കോ, അതൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ താങ്ക് യു, നമ്മൾ പോകും. സോ ഫ്രണ്ട്ഷിപ്പ് ഇസ് ഓൾവേസ് ദ ഷെയറിങ് ഓഫ് വൾണറബിലിറ്റീസ്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ഭയങ്കര ഒരു എന്താ പറയുന്ന ഒരു വലിയൊരു ആർമർ ഇട്ടുകൊണ്ട് ഇങ്ങനെ ലോകത്ത് കൂടി നടന്നു പോവുകയാണെങ്കിൽ അത് വളരെ ഉള്ളിൽ ഒത്തിരി അയ്യോ വേദന വരാതിരിക്കാനായിട്ടുള്ള ഒരു ആർമറാണ്. നമ്മളെ ആരും കാണുന്നില്ല, നമ്മുടെ ഈ പടച്ചട്ട മാത്രമേ ആൾക്കാർ കാണുന്നുള്ളൂ. സോ വാട്ട് ഹാപ്പൻസ് ഇസ് എന്താ പറ്റുന്നത്, അവർ പരിചയപ്പെടുന്നത് ഈ പടച്ചട്ടേനെയാണ്, റിയൽ നമ്മളെ അല്ല. സോ ഇറ്റ് ടേക്സ് എ ബിറ്റ് ഓഫ് കറേജ് ടു ഓപ്പൺ അപ്പ് ആൻഡ് സ്പീക്ക് അബൌട്ട് യുവർ ഓൺ വൾണറബിലിറ്റീസ്. ഇനി നെക്സ്റ്റ് ഇതാണ്. അപ്പോൾ ഇമോഷൻ റെഗുലേഷൻ, ഇതാണ് നമ്മുടെ ഇമോഷൻ റെഗുലേഷൻ. ഓക്കെ, സോ you learn to name your emotions and to acknowledge them and then to regulate them. It's a superpower. അടുത്ത ജനറേഷനൊക്കെ ഇറ്റ്സ് ഗോയിങ് ടു ബി എ സൂപ്പർ പവർ. ലേൺ ഇറ്റ്. ഇത് ഇപ്പോൾ നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ മതി. ഇപ്പം നിങ്ങൾക്ക് കുറച്ച് 2-3 വേർഡ്സ് കിട്ടിയാൽ മതി, അത്രേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. പക്ഷേ ഇതിനെപ്പറ്റി ഗൂഗിൾ ചെയ്തിട്ട് നമ്മളിത് പഠിച്ച് മോഡൽ ഇറ്റ് ആൻഡ് ടീച്ച് ഇറ്റ് ടു ദ കിഡ്സ്. ബിക്കോസ് അവരുടെ ജനറേഷൻ, അടുത്ത ജനറേഷൻ ഇസ് ഗോയിങ് ടു സ്ട്രഗിൾ മച്ച് മോർ ദാൻ വി ഡിഡ്. സോ അത് കാരണം ഇറ്റ്സ് എ വെരി ഗുഡ് തിങ് ടു ടീച്ച് യുവർ നെക്സ്റ്റ് ജനറേഷൻ. ഓക്കെ, ദാറ്റ്സ് ഇമോഷൻ റെഗുലേഷൻ. ദ നെക്സ്റ്റ് വൺ ഇസ് ബൗണ്ടറി സെറ്റിംഗ്. താങ്ക് യു. സോ ബൗണ്ടറി സെറ്റിംഗ് എന്താ, ബൗണ്ടറി എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? അതിര്, മതിൽ. കറക്റ്റ്. സോ ഈ കാണുന്ന വോളില്ലേ, ഇത് നമ്മുടെ പള്ളിയുടെ ബൗണ്ടറിയാണ്. ഇതിനകത്തുള്ളത് പള്ളി, അതിൻ്റെ അപ്പുറത്തുള്ളത് പള്ളിയല്ല. ഓക്കെ, സോ ഇതിനകത്ത് എന്തെങ്കിലും സംഭവിച്ചാൽ ദാറ്റ്സ് അവർ റെസ്പോൺസിബിലിറ്റി. അതിൻ്റെ പുറത്ത് സംഭവിക്കുന്നത് നോട്ട് സോ മച്ച് അല്ലേ. സോ അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും ഇച്ചിരി ബൗണ്ടറി ആവശ്യമുണ്ട്.
ഇത് നമ്മളെ പഠിപ്പിച്ചില്ല ഗായ്സ്. നമ്മളുടെ കൾച്ചറിൽ നമ്മൾ ഇത് അറിഞ്ഞില്ല. നമ്മൾ വിചാരിച്ചു നമ്മൾ ചെയ്യാൻ പാടില്ല. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് ചെയ്യാം. കർത്താവ് വരെ ചെയ്തിട്ടുണ്ട്. ദ ലോർഡ് ഹി യൂസ് ടു വിത്ത്ഡ്രോ ഫ്രം ക്രൗഡ്സ് ചിലപ്പോൾ ടു റീചാർജ് ഹിസ് എനർജി. ചിലപ്പോൾ പുള്ളി ടയർഡാണെങ്കിൽ ഹി വുഡൻറ്റ് talk. He would say, prefer to go alone to pray and to, bring his energy, to revive his energy. So he did that. And എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഒരു ബൗണ്ടറി ഉണ്ട്. നമ്മളതിനെ നെയിം ചെയ്താലും ചെയ്തില്ലെങ്കിലും നമുക്കൊരു ബൗണ്ടറി ഉണ്ട്. ലൈക്ക് ദ സ്കിൻ, അവർ സ്കിൻ ഇസ് എ ബൗണ്ടറി. ഇത് കഴിഞ്ഞാൽ ഞാനല്ല, ഇതിനകത്തേ ഞാനുള്ളൂ. സോ അങ്ങനത്തെ ഒരു സാധനമാണ് ബൗണ്ടറി. ആൻഡ് ബൗണ്ടറി എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ടു പ്രൊട്ടക്റ്റ് അവർ സ്പേസ്, our resources, our time, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും. ബിക്കോസ് അല്ലെങ്കിൽ ആർക്ക് വേണമെങ്കിലും കയറാം, and then you won't be able to do anything that to the utmost of your ability. സോ ഒരു നന്മയുടെ നിറകുടമായിട്ടിരിക്കാനാണ് നമ്മളെയൊക്കെ ട്രെയിൻ ചെയ്ത് വിട്ടത്. നന്മയുടെ നിറകുടം, പിള്ളേർക്കറിയാവോ നിറകുടം എന്താന്ന്? കുടം ഇസ് എ പോട്ട്, എ പോട്ട്, earthen pot that you carry water in. സോ ഇവിടെ നിറകുടം ഹാസ് എ ബൗണ്ടറി. ആ ഒരു ഷേപ്പ് ഓഫ് ദ പോട്ടില്ലേ, അതാണ് അതിൻ്റെ ബൗണ്ടറി. അതിനേക്കാളും കൂടുതൽ വെള്ളം ഒഴിച്ചാൽ അതിൻ്റെ റെസ്പോൺസിബിലിറ്റിയിൽ അത് പുറത്തോട്ട് പോകും. സോ വി നീഡ് ടു സെറ്റ് സം ബൗണ്ടറീസ്, ജസ്റ്റ് ജനറലി. ഇങ്ങനെ ബൗണ്ടറി സെറ്റ് ചെയ്യുന്നത് ആർക്കെങ്കിലും അതിനെപ്പറ്റി നല്ല ഐഡിയാസ് ഉണ്ടോ? ആരെങ്കിലുമൊക്കെ ഇത് ഗൂഗിൾ ചെയ്തിട്ടുണ്ടോ? ഐ എം ഷുവർ ഇവിടെ ഇരിക്കുന്ന ആരാണ്ടൊക്കെ ഗൂഗിൾ ചെയ്തിട്ടുണ്ട് ബൗണ്ടറി എന്താ, എങ്ങനെ വെക്കാം, എവിടെ നിന്ന് മേടിക്കാം എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. എപ്പോഴെങ്കിലും ഗൂഗിൾ ചെയ്തപ്പോൾ കണ്ട എന്തെങ്കിലുമൊക്കെ ഉത്തരം ഓർമ്മയുണ്ടോ? Sorry? By saying what? That's good. കണ്ട ആണുങ്ങൾക്കിത് പണ്ടറിയായിരുന്നു ഗൈസ്, നമ്മളിത് പഠിച്ചില്ല. ന്യൂജൻ അതാണ്. സോ ഇത് പുതിയൊരു സാധനമാണ്. നമുക്കുള്ളത് എന്താ? ബൗണ്ടറീസ് ആണ്. ജനറലി അത് ഐ സോ ഇൻ എ റീൽ. അവരെന്താ ബ്രൗൺ പീപ്പിൾ ഹാവ് ബൗണ്ടറീസ് എന്ന് വെച്ചാൽ എവറിബഡീസ് ഇൻ എവറിബഡീസ് ബിസിനസ്. നമുക്ക് നോ പറയാൻ അറിയത്തില്ല, നമുക്ക് നോ പറഞ്ഞാൽ നമുക്ക് നെഞ്ചേതന എടുക്കും പേടിച്ചിട്ട്. സോ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ. പക്ഷേ നമുക്കിപ്പോൾ പഠിക്കാമല്ലോ. ഓൾമോസ്റ്റ് എവറിത്തിങ് ഇൻ ലൈഫ് ഇസ് ഫിഗർ ഔട്ടബിൾ. സോ നമ്മൾ കുറച്ച് പ്രാവശ്യം ചെയ്ത് വരുമ്പോൾ നമുക്കതിൻ്റെ ഒരു ധൈര്യമൊക്കെ അങ്ങ് വരും. സോ ബൗണ്ടറിയുടെ ഒരു പ്രത്യേകത ഇസ് ദാറ്റ് ഇറ്റ് ഷുഡ് നോട്ട് റിക്വയർ അതർ പേഴ്സൺ ടു ഡു എനിത്തിങ്. സോ ദ സെൻറ്റൻസ് ഐ എം ഇമ്പോസിങ് എ ബൗണ്ടറി, ദാറ്റ് ഇസ് എ മിസ്നോമർ. അത് അങ്ങനെ വരത്തില്ല. സോ യു കനോട്ട് ഇമ്പോസ് എ ബൗണ്ടറി ഓൺ അദർ പേഴ്സൺ. ഓക്കെ, you can impose a rule on another person, പക്ഷേ നമ്മൾ ബൗണ്ടറി ഈസ് ഫോർ അവർ സെൽസ്. സോ ഇപ്പം ആരെങ്കിലും നമ്മളടുത്ത് റൂഡായിട്ട് ബിഹേവ് ചെയ്തെന്ന് വെച്ചോ, സോ യു കനോട്ട് സേ ഡു നോട്ട് സ്പീക്ക് ടു മീ ദാറ്റ് വേ. ദാറ്റ്സ് എ ബൗണ്ടറി. ദാറ്റ്സ് നോട്ട് എ ബൗണ്ടറി, ദാറ്റ്സ് എ റൂൾ. ഇറ്റ്സ് എ ത്രെറ്റ്, അങ്ങനെയൊക്കെ പറയാം. പക്ഷേ ഇറ്റ്സ് നോട്ട് എ ബൗണ്ടറി. എ ബൗണ്ടറി ഈസ് വെൻ യു ആർ സെയിങ് ഇഫ് യു സ്പീക്ക് ടു മീ ദാറ്റ് വേ ഐ വിൽ ലീവ്, or if you speak to me that way I will not engage. ആ കോൺവെർസേഷൻ അവിടെ എൻഡ് ചെയ്തു. ബിക്കോസ് ഒരു ബൗണ്ടറി ബ്രീച്ച്ഡ് ആയാൽ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഷുഡ് ബി യോഴ്സ്. ബിക്കോസ് അല്ലെങ്കിൽ നമ്മൾ യു വിൽ നോട്ട് സ്പീക്ക് ടു മീ ദാറ്റ് വേ, ദാറ്റ്സ് എ ബൗണ്ടറി എന്ന് പറയുമ്പം അവർ പിന്നെയും സ്പീക്ക് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. സോ ദ കൺട്രോൾ ഓഫ് ദ ബൗണ്ടറി ഷുഡ് ബി വിത്ത് അസ്. അത് ഇഫ് സംബഡി ഈസ് ബ്രീച്ചിങ് ദ ബൗണ്ടറി ആൻഡ് യു ലീവിങ്, ദാറ്റ്സ് ഫൈൻ. കാര്യം മനസ്സിലായല്ലോ. ആദ്യം ബൗണ്ടറി വയ്ക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല വറവല, നല്ലോണം വരയ്ക്കും, നമ്മുടെ നെഞ്ചിടിക്കും, നമ്മുടെ കൈ ക്ലാമിയാകും, നമുക്ക് എവിടെയെങ്കിലും പോയി ഒളിച്ചിരിക്കാനൊക്കെ തോന്നും. പക്ഷേ കുഴപ്പമില്ല, 2-3 പ്രാവശ്യം വെച്ച് കഴിഞ്ഞത് യു വിൽ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് യു നോട്ട് ബീങ് റൂഡ് ആൻഡ് ടു സെറ്റ് എ ബൗണ്ടറി ഇറ്റ്സ് നോട്ട് റോങ്. അത് തെറ്റല്ല, അത് പാപമല്ല, ഒരു പ്രശ്നവുമില്ല. പക്ഷെ അത് ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റുമെന്നറിയോ? ഓക്കെ, തിങ്ക് ഇപ്പോൾ കുറേ നല്ല കാര്യങ്ങൾക്ക് ബൗണ്ടറി ഉണ്ടല്ലോ. എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ ലൈഫ് ലൈനിൽ കൗൺസിലിംഗ് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് എ ഫ്രീ തിങ്, യു ഡോണ്ട് ഗെറ്റ് പെയ്ഡ് ഫോർ ഇറ്റ്. പിന്നെ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ ട്രോമ കൗൺസിലിംഗ് ചെയ്യും, അതും ഫ്രീ തിങ് ആണ്. അതിലും വേറെ കാശൊന്നും കിട്ടുന്നില്ല. കാശുണ്ടെങ്കിൽ നമ്മൾ ഉണ്ണിയപ്പം പരിപാടിയിൽ തന്നെയാണ് നമ്മുടെ കാശ് തരുന്നത്. സോ ഈ ഫ്രീ സാധനങ്ങൾ ഇങ്ങനെ ചെയ്ത് പിന്നെ ആൾക്കാർ ഇങ്ങനെ ഫ്രീ സാധനങ്ങൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കും. ഷാൻ സൈഡാഗിനെ പറ്റി അറിയാവോ? സൗത്ത് ആഫ്രിക്കൻ അസോസിയേഷൻ ഫോർ ആങ്സൈറ്റി ആൻഡ് ഡിപ്രഷൻ ഗ്രൂപ്പ്. അതിനെപ്പറ്റി അറിയാവോ? ഐ ക്യാൻ പുട്ട് ഇൻ എ വേർഡ് ഫോർ യു. അതും ഫ്രീയാണ്. അപ്പം നമുക്ക്, പക്ഷേ ഇറ്റ്സ് എ ഗുഡ്, ദേ ഡു സോളിഡ് വർക്ക്. അപ്പം നമുക്കത് നോ പറയാനൊരു വിഷമം. അതെന്താ? ഇപ്പം നോ പറഞ്ഞത് നല്ല കാര്യമില്ലേ? നമ്മൾ കൂടെ നോ പറഞ്ഞാൽ എന്ത് പറ്റും?
പക്ഷെ നമ്മളെല്ലാം കൊണ്ടും പറ്റത്തില്ല. നമ്മൾ ഇതെല്ലാം ഫ്രീ സാധനങ്ങൾ കൊണ്ട് നമ്മൾ നിറച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രീ അല്ലാത്ത കാര്യങ്ങൾക്ക് നമുക്ക് സ്പേസ് ഉണ്ടാകത്തില്ല. സോ അത് കാരണം യു ക്യാൻ സേ നോ. ആദ്യം പറയുമ്പോൾ നല്ല വിറവലായിരിക്കും എന്ന് പറഞ്ഞില്ലേ. സോ ഇഫ് യു ഹാവ് സം വൺ ഹൂ ഹാസ് എ ട്രബിൾ സെയിങ് നോ, അവിടെ പറഞ്ഞില്ലേ ടു സേ എന്ന്, ആ സേ നമുക്ക് ഭയങ്കര പാടാണ്. അത് നമ്മളങ്ങനെ വയർഡായിപ്പോയി, നമ്മളങ്ങനെ കണ്ടീഷൻഡായിപ്പോയി. പക്ഷെ നമുക്കപ്പോൾ പഠിക്കാം. സോ ഒരു ജസ്റ്റ് ഫൈൻഡ് എ വേർഡ്, എവിടെയാണ് നമ്മുടെ പ്രശ്നം എന്ന് നോക്കാം. സോ ഇഫ് പുതിയ സാധനങ്ങൾ ചെയ്യാൻ, ഇഫ് യു ഡോണ്ട് വാണ്ട് ടു സ്റ്റാർട്ട് സംതിങ്, സിറ്റ് ആൻഡ് ഫിഗർ ഔട്ട് എ സെൻറ്റൻസ്. അത് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാം. ഇറ്റ് സൗണ്ട്സ് വെരി സ്റ്റുപ്പിഡ്, പക്ഷേ ഇറ്റ് വർക്ക്സ്. വേറെ വഴിയൊന്നുമില്ല. അല്ലെങ്കിൽ ആ സമയം നേരത്ത് നമ്മൾ ഓക്കെ എന്ന് പറയും. എന്നിട്ട് എന്ത് പറ്റും, നമ്മൾ ഉള്ളിൽ റിസെൻറ്റ് ചെയ്യുന്നു. ഭയങ്കര ദേഷ്യമായിരിക്കും, ഇവർക്കിത് ചെയ്താൽ എന്താ, ഇതെല്ലാം കൂടെ ഇരുന്ന് എൻ്റെ തലയിലോട്ട് വയ്ക്കുന്നത് എന്തിനാ എന്നൊക്കെ നമ്മൾ ഉള്ളിൽ കിടന്ന് റിസെൻറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ചോദിച്ചു, പക്ഷേ നമ്മൾ കർത്താവ് പറഞ്ഞില്ലേ എല്ലാവരും സ്നേഹിക്കണമെന്നും സഹായിക്കണമെന്നും ഒക്കെ. അപ്പോൾ നമ്മൾ വിചാരിക്കും ഞാൻ അതാണല്ലോ ഇപ്പം ചെയ്യുന്നത്. പക്ഷെ എന്താ പ്രോബ്ലം, നമ്മുടെ ഉള്ളിൽ എന്താ റിസെൻറ്റ്മെൻറ്റാണ്, ദേഷ്യമാണ്. അപ്പോൾ അതുകൊണ്ട് പുണ്യമൊന്നും വരാനില്ല. പുണ്യമൊന്നും വരാനില്ലേ പിന്നെ നമുക്ക് ഇഷ്ടമുള്ളതങ്ങ് ചെയ്തങ്ങ് ജീവിച്ചാൽ മതിയല്ലോ. സോ ജസ്റ്റ് ട്രാക്ക് യുവർ ആങ്കർ, ട്രാക്ക് യുവർ റിസെൻറ്റ്മെൻറ്റ്. എവിടെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് നമ്മൾ യെസ് പറഞ്ഞിട്ട് നമുക്ക് ദേഷ്യം വന്നാൽ അത് നിങ്ങളുടെ ഒരു ബൗണ്ടറിയാണ്. സോ ബിക്കോസ് നമുക്ക് സ്പേസ് ആവശ്യമുണ്ട് ഫോർ ലെജർ, ടു സിറ്റ് അറ്റ് ദ ഫീറ്റ് ഓഫ് ജീസസ്, ടു ഫിഗർ ഔട്ട് എവറിത്തിങ്, ടു കാം യുവർ നെർവസ് സിസ്റ്റം ഡൗൺ. ഇതിനെല്ലാത്തിനും നമുക്ക് സമയം ആവശ്യമുണ്ട്. നമ്മൾ ഈ ഒരു ഓട്ടപ്പാച്ചിൽ ഇങ്ങനെ ഓടി നടന്ന മാർത്തയെ പോലെ എപ്പോഴും ഓടി നടന്നുകൊണ്ടിരുന്നാൽ നമുക്കൊരു എന്താ പറയുന്നത്, ഒരു കാംനെസ് ഉണ്ടാകത്തില്ല. സോ അതിനു വേണ്ടിയാണ് നമ്മൾ എന്ത് സെറ്റ് ചെയ്യുന്നത്, ബൗണ്ടറി സെറ്റിംഗ്. ഓക്കെ, അടുത്ത പോയിന്റ്, ബൗണ്ടറീസ് ആർ പെർമിയബിൾ വാൾസ് കേട്ടോ, അത് നോക്കാം. സോ ബൗണ്ടറീസ് ആർ നോട്ട് വാൾസ് എന്ന് വെച്ചാൽ ബ്രിക്സും കൊണ്ട് പണിത ഫിക്സ്ഡ് ഫോർട്രസ് പോലത്തെ ഒരു സാധനമല്ല. അങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് ജീവിച്ചിട്ട് വലിയ മനസ്സമാധാനം ഉണ്ടാവില്ല. ദീസ് ആർ പെർമിയബിൾ വാൾ, നമ്മുടെ സ്വന്തം ബൗണ്ടറി ആണല്ലോ. നമുക്ക് മാറ്റണമെങ്കിൽ നമുക്ക് മാറ്റാം. ഇഫ് യു വോണ്ട് ടു ലെറ്റ് പീപ്പിൾ ഇൻ, യു ക്യാൻ ലെറ്റ് പീപ്പിൾ ഇൻ. ഇഫ് യു വോണ്ട് ടു ലെറ്റ് പീപ്പിൾ ഔട്ട്, യു ക്യാൻ ഔട്ട്. സോ ദർ ഇറ്റ്സ് നോട്ട് എ റിജിഡ് റൂൾ ഓർ ദിസ് ഇസ് നോട്ട് എ റിജിഡ് വാൾ. ഒരു ഫ്ലെക്സിബിലിറ്റി ഫോർ യുവർ ഓൺ മെൻറ്റൽ സ്പേസ്. അല്ലെങ്കിൽ എന്ത് പറ്റും, എല്ലാം കൂടി എടുത്ത് കയ്യിലോട്ട് വെച്ച് കഴിഞ്ഞിട്ട് നമുക്കൊന്നും പിടിക്കാൻ പറ്റാതെ വരും. സോ അത് കാരണം സെറ്റ് ബൗണ്ടറീസ് ആൻഡ് സ്റ്റിക്ക് ബൈ ദ ബൗണ്ടറീസ്. ഓക്കെ, അടുത്തത് is community building. Community building, the church is a community. So biblically കർത്താവിൻ്റെ ഒരു പ്ലാൻ അനുസരിച്ച് നമ്മളൊരു കമ്മ്യൂണിറ്റി ആയിട്ട് ജീവിക്കുക, ഹെൽപ്പ് ഈച്ച് അതർ, ലവ് ഈച്ച് അതർ. ഈ ലവ് ഈച്ച് അതറിന് കർത്താവ് പറഞ്ഞപ്പോൾ ഹി ന്യൂ പീപ്പിൾ ആർ നോട്ട് പെർഫെക്റ്റ്. നമ്മളെ പോലെ തന്നെയാണ്. ഇവിടെ ഗുഡ് പീപ്പിൾ ഇരിപ്പുണ്ട് ഈ പള്ളിക്കകത്ത്. ഇപ്പം പള്ളിയൊക്കെ ആയതുകൊണ്ട് ഗുഡ് പീപ്പിൾസ് ആരെങ്കിലും ഉണ്ടോ? നല്ല വിവരമുള്ള ആൾക്കാർ. ഐ ലൈക്ക് ഡിഫൈൻ ഗുഡ്. അപ്പോൾ കൈപ്പൊക്കാം. ആരും ഗുഡല്ല. വി ആർ ഓൾ ജസ്റ്റ് പീപ്പിൾ ഹു ഡു ഗുഡ് തിങ്സ് ആൻഡ് ബാഡ് തിങ്സ്, റൈറ്റ്? എല്ലാവരും ഗുഡ് തിങ്സും ചെയ്യുന്നുണ്ട്, എല്ലാവരും ബാഡ് തിങ്സും ചെയ്യുന്നുണ്ട്. ആരും ഇതില്ലാത്തതുകൊണ്ടാണ് നമ്മളൊക്കെ ഇവിടെ ഇരിക്കുന്നത്. സോ രോഗിക്ക് ഡോക്ടറിനെ കൊണ്ട് ആവശ്യം രോഗികൾക്കാണല്ലോ എന്ന് പറഞ്ഞാൽ പള്ളി ആവശ്യമുള്ളത് ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാലി ചവിട്ടുകയും, മെറ്റഫോറിക്കലി കാലിൽ ചവിട്ടുകയും, ബാക്കിയുള്ളവരെ ഒഫെൻഡ് ചെയ്യുകയും വിഷമിപ്പിക്കുകയും നിങ്ങളൊക്കെ നമ്മൾ ചെയ്യും. നമ്മളാണല്ലോ, നമ്മൾ എന്തെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യും. സോ അത് ചെയ്യാൻ നേരത്ത് യു കനോട്ട് ലീവ്. യു ഡോണ്ട് സേ ഇവിടുത്തെ പോരാ, അവരെന്നെ വിഷമിപ്പിച്ചു, ഞാനിവിടെ നിന്ന് പോകുക. അങ്ങനെ പെട്ടിയും കിടക്കെടുത്ത് എപ്പോഴും പോകാൻ പറ്റത്തില്ലല്ലോ. സോ യു ഡു റിപ്പയർ വർക്ക്, യു സേ സോറി, യു ലേൺ ടു അപ്പോളജൈസ്. ഇറ്റ് ഈസ് സോ സിമ്പിൾ ബട്ട് ഇറ്റ് ഈസ് സോ ഇഫക്റ്റീവ്. ഇപ്പോൾ ചില ആൾക്കാർക്ക് സോറി പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സോറി പറഞ്ഞ് കഴിഞ്ഞ് എൻ്റെ അസ്തിത്വം അതോടെ അവസാനിച്ച് അങ്ങനെ ഒരുമാതിരി എന്തോ വലിയ കാര്യം തലയിൽ വെച്ചുകൊണ്ടിരിക്കുന്ന പോലെ. ഇത് ആദ്യം ഇപ്പം നമ്മുടെ ബൗണ്ടറി ബിൽഡ് ചെയ്യുന്ന പോലെ ആദ്യം സോറി പറയുമ്പോൾ നല്ല വിഷമമുണ്ടാവും, നല്ല വേദനയുണ്ടാവും. പക്ഷേ അതോടെ അത് റിപ്പയറായി. തിങ്ക് ഒരു കോഡ്, ലൈക്ക് ഒരു കയറ് പോലെ, എ കോഡ് ദാറ്റ് ഇസ് മെയ്ഡ് ഓഫ് മെനി 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 സ്ട്രിങ്സ്. സോ ഒരു പ്രാവശ്യം നമ്മൾ ഇപ്പം സോറി പറഞ്ഞ് നമ്മളെന്തെങ്കിലും ഒരു ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്, നമ്മളൊരു ബൗണ്ടറി ബ്രീച്ച് ചെയ്യുക, ഓരോ വിഷമിപ്പിക്കുക, എന്തെങ്കിലും പറഞ്ഞു. ഇപ്പം നമ്മുടെ പള്ളിയിൽ വന്ന് ഇപ്പം നമ്മൾ ഈ കുഞ്ഞു പിള്ളേരോടൊക്കെ പറയത്തില്ല, അയ്യോ ആൾ കറുത്തു പോയല്ല, ഇത് കേൾക്കാത്ത ആരും കാണുകയല്ല, അയ്യോ വണ്ണം വെച്ചല്ലോ. ഇത് നമ്മൾ കേട്ട് വളർന്ന ഒരു സാധനമാണ്. സോ അതൊക്കെ എന്താ പറയുക, കണ്ട എനിക്കിപ്പോൾ പിന്നെ പള്ളി വരാൻ നേരത്തെ എങ്ങനെയാണെന്ന് അറിയോ, കുഞ്ഞു പിള്ളേർക്കൊക്കെ ആ ഒരു ഇവരെ കാണുമ്പോൾ ഞാൻ മേടിച്ചിട്ടുള്ള ഒരു ആൻറ്റി ഉണ്ടത്. ഈ പള്ളിയിൽ എത്തപ്പോൾ അയ്യോ ആൻറ്റി, നമ്മളിങ്ങനെ മാറി മാറി നടക്കും. സോ ദാറ്റ് ഷുഡ് നെവർ ബി അവർ സിറ്റുവേഷൻ, റൈറ്റ്?
നമ്മൾ പിള്ളേരെ നമ്മൾ വെറുതെ വിടുക. ജസ്റ്റ് പിള്ളേരെ മാത്രമല്ല എല്ലാവരെയും വെറുതെ പറയണ്ടല്ലേ, ലുക്ക്, നിറം, വണ്ണം, യു ലുക്ക് ഗുഡ് എന്ന് പറഞ്ഞങ്ങ് നിർത്തുക, ഫിനിഷ്ഡ്. ബിക്കോസ് ഇത് വളരെ ഡേഞ്ചറസ് ടെറിട്ടറീസ്. സോ അങ്ങനത്തെ ഒരു ഇത്. അപ്പോൾ വെൻ യു മേക്ക് ഹേർട്ട് സമൺസ് ഫീലിങ്സ് ഓ വെൻ യു ഡിസ്റെസ്പെക്ട് സമ്മൺ, അതിലൊരു കോഡ്, ഒരു സ്ട്രിങ് പൊട്ടിപ്പോയി. നമ്മൾ അപ്പോളജൈസ് ചെയ്യുമ്പോൾ വാട്ട് യു ഡൂയിങ് ഇസ് നമ്മൾ അതെടുത്ത് ഒന്ന് കെട്ടിവെക്കുക. ഇറ്റ്സ് നോട്ട് പെർഫെക്റ്റ്, ബട്ട് ഇറ്റ്സ് സ്റ്റിൽ ബെറ്റർ ദാൻ ലെറ്റിങ് ഇറ്റ് ഗോ. ബിക്കോസ് ഓവർ ടൈം നമ്മളിങ്ങനെ കുറേ സാധനങ്ങളെ ഇങ്ങനെ സോറി പറയാതെ അപ്പോളജൈസ് ചെയ്ത് റിപ്പയർ ചെയ്യാതെ വിട്ട് കഴിയുമ്പം ഈ കോടങ്ങ് പൊട്ടിപ്പോകും. സോ ഇറ്റ് ഈസ് നോട്ട് സംതിങ് ദാറ്റ് യു ക്യാൻ നോട്ട് റിട്രീവ്. ഒരു മിസ്റ്റേക്ക് എല്ലാവർക്കും പറ്റും, നമ്മളല്ലേ ആൾക്കാർ, മിസ്റ്റേക്ക് പറ്റും ഉറപ്പായിട്ടും. പക്ഷേ യു ഡു റിപ്പയർ വർക്ക് ആൻഡ് യു ഫിക്സ് ഇറ്റ് ആൻഡ് ദെൻ യു മൂവ് ഫോർവേഡ്. കുഴപ്പമൊന്നുമില്ല. ദാറ്റ് ഈസ് വൺ തിങ്. പിന്നെ ഉള്ള അടുത്തുണ്ട് ഹെൽപ്പിങ്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാരൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പോൾ ഒരു പുതിയൊരാൾ വരും നമ്മുടെ പള്ളിയിലേക്ക്, നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക്. നമ്മുടെ കണ്ണിൽ അവർക്ക് ഇച്ചിരി വണ്ണമുണ്ടാകും. അപ്പോൾ നമ്മൾ എന്ത് പറയും, ജിമ്മിൻ്റെ മെമ്പർഷിപ്പ് വേണോ? എൻ്റെ ജിം നല്ലതാ. നിങ്ങളോട് ആര് പറഞ്ഞു? ആരെങ്കിലും ചോദിച്ചോ സഹായം? ഇല്ലല്ലോ. അപ്പം മിണ്ടണ്ട. സോ ഇഫ് യു ആരെങ്കിലും സഹായം ചോദിച്ചാൽ കൊടുത്തോളാം, കുഴപ്പമില്ല. പക്ഷെ ആരെങ്കിലും കാണുമ്പോൾ തന്നെ നല്ലൊരു ഡയറ്റുണ്ട് കേട്ടോ, ഞാൻ ലോ കാർബാ, അങ്ങനെയൊക്കെ അങ്ങ് ചെയ്യരുത് കേട്ടോ. ഇതൊക്കെ എന്താ പറയുന്നത്, ഇത് കമ്മ്യൂണിറ്റിയിൽ സ്ഥിരമായിട്ട് നടക്കുന്ന ആൾക്കാരാണ്. എന്നിങ്ങനെ വരുമ്പോഴത്തേക്കും ഈ ഡയറ്റ് പറഞ്ഞ ആളെ കാണുമ്പോൾ നമ്മളിങ്ങനെ വഴിമാറി ഓടി അങ്ങ് പോകും. സോ ഇറ്റ്സ് സംതിങ് വെയിറ്റ്. ഇഫ് അവർക്ക് സഹായം ആവശ്യമുണ്ടോ എന്നുള്ളത് നോക്കാം. അവരാരെങ്കിലും സഹായം ചോദിച്ചോ നല്ലതായിട്ട് പറഞ്ഞു കൊടുത്തോ, പക്ഷെ അതുവരെ അങ്ങോട്ടായിട്ട് നമ്മൾ പറയരുത്. പിന്നെ സഹായം ചെയ്തു കഴിഞ്ഞാൽ, ഞാൻ അവർക്ക് സഹായം ചെയ്തു, ഇനി അവർ ജീവിതകാലം മുഴുവനും നന്മയുടെ എനിക്ക് വേണ്ടി പരിചയമുണ്ടല്ലേ, നന്മയുടെ പൂച്ചെണ്ടുകൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അർപ്പിച്ചുകൊണ്ടിരിക്കണം. ഇങ്ങനെ ഞാൻ വന്നു, ഓക്കെ താങ്ക് യു, യു റിമെമ്പർ ഐ ഡിഡ് ദിസ്. സോ ആ സാധനം അതും നമ്മളൊക്കെ എടുത്ത് മാറ്റാം. നമുക്കെടുത്ത് മാറ്റാൻ പറ്റുന്ന സാധനമുണ്ട്. പക്ഷേ അപ്പോൾ നമ്മൾ നന്മ ചെയ്യുമ്പോൾ ഇറ്റ് വിൽ കം ബാക്ക് ടു യു എന്നൊക്കെ പറയത്തില്ലേ, ഇറ്റ് വിൽ കം ബാക്ക് ടു യു. പക്ഷേ ആ ആളുടെ അടുത്ത് നമ്മൾ പ്രതീക്ഷിക്കരുത്. സോ യു ഹെൽപ്പ് ദെം ആൻഡ് ദെൻ യു ലെറ്റ് ദെം ഗോ. കർത്താവ് അത് വേറെ വഴി കൂടി കൊണ്ടുവരും. ദാറ്റ്സ് വാട്ട് പേയിങ് ഇറ്റ് ഫോർവേഡ് മീൻസ്. ഞാൻ എപ്പോഴും ഓർക്കും, ഞാൻ UC കോളേജിൽ ആലുവ അവിടെ പഠിച്ചത്. അവിടെ ഞങ്ങളുടെ കുറേ ഫ്രണ്ട്സ് ഉണ്ട് ഹു ആർ ഡേ സ്കോളേഴ്സ്. നമ്മൾ ദരിദ്രവാസി ഹോസ്റ്റലേഴ്സ്. അപ്പോൾ ഇവരുടെയൊക്കെ വീട്ടിൽ നിന്ന് അമ്മമാർ ഭക്ഷണം കൊടുത്തു വിടും. അല്ല ചില ആൾക്കാരുടെ, സാമിൻ്റെ ഒക്കെ അമ്മ ജോലിയുള്ള സ്ത്രീ, പക്ഷേ രാവിലെ വാഴയിലൊക്കെ വാട്ടി പൊതിച്ചോറൊക്കെ പൊതിഞ്ഞു വിടും. അത് ഒരെണ്ണം പോലും സാം കഴിച്ചിട്ടില്ല, ബിക്കോസ് ഞങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. യുനോ, അപ്പോൾ നമ്മളത് മുഴുവനും അടിച്ച് സന്തോഷമായിട്ട് ജയിക്കും. സാം എന്താ കഴിച്ചത് ഞങ്ങൾക്ക് ആക്ച്വലി അറിയത്തില്ല. പക്ഷേ ഇപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു വീടൊക്കെ ആയിട്ട് അമ്മയൊക്കെ ആയിട്ട് ജീവിക്കുമ്പോൾ നമുക്കിവിടെ ചുറ്റുമുണ്ട് കുറേ ഹോസ്റ്റലിലുള്ള പിള്ളേരൊക്കെ. അവർക്കൊക്കെ ഫുഡ് കൊടുക്കുമെങ്കിൽ ഭയങ്കര സന്തോഷമാണ്. അതുപോലെ തന്നെ നമ്മുടെ പിള്ളേർ വേറെ എവിടെയെങ്കിലും ഹോസ്റ്റലിലേക്കുമ്പോൾ അവിടെയുള്ള ആൾക്കാരുണ്ടാവും സഹായിക്കാൻ. സോ ഇറ്റ് യു പേയിങ് ഇറ്റ് ഫോർവേഡ്. ഇത് ഇപ്പം സാമിൻ്റെ അമ്മയുടെ ഫുഡ്, ആ ആൻറ്റി പാവം, അവർക്ക് ഞാൻ ഒരു ചായ പോലും അതിനകത്ത് കൊടുത്തിട്ടില്ല സത്യമായിട്ട്. അവരെ ആക്ച്വലി ഞാൻ ഒരു പ്രാവശ്യം തന്നെ കണ്ടിട്ടുള്ളൂ. പക്ഷേ ദർ ആർ പീപ്പിൾ ദാറ്റ് യുനോ, ആ സമയത്തൊക്കെ നമുക്ക് കിട്ടുന്ന സ്നേഹം, ഒരു ഹോം ഫുഡിൻ്റെ ഒക്കെ വില ഭയങ്കരമാണ്. പക്ഷേ അവിടെ നിന്നല്ല നമ്മൾ അങ്ങോട്ട് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് വേറെ ആൾക്കാരെ ഗോ ആൻഡ് ഹെൽപ്പ് അതേഴ്സ്, ഡു ഗിവ് ദറ്റ്, സ്പ്രെഡ് ദറ്റ് ലവ് ടു അതർ പീപ്പിൾ. സോ അങ്ങനത്തെ ഒരു സാധനം. പിന്നെ ഉള്ള ഒരു ഇത് അതിലില്ല കുഞ്ഞ, അതിലില്ല. നെക്സ്റ്റ് വൺ ഇസ് പ്രേയിങ് ഫോർ ഈച്ച് അതർ. അത് നമ്മളെല്ലാവരും, വി ആർ ഓൾ കോൾഡ് ടു പ്രേ ഫോർ ഈച്ച് അതർ. വെൻ യു നോ ദാറ്റ് യുനോ സംബടി ആരെങ്കിലും ഒന്ന് സ്ട്രെസ്സിലായിരിക്കുന്നത്, എനിക്കൊക്കെ ഒരു വൻ കോൾ ലിസ്റ്റ് ഉണ്ട്, പ്രാർത്ഥിക്കട്ടെ. എല്ലാവരും വിളിച്ച് ഇത്ര മണിക്കാണ്. ഇന്നിപ്പം ഞാനിവിടെ നിൽക്കുന്നത്, ഐ എം കവേർഡ് ഇൻ പ്രേയേഴ്സ്. എത്ര പേര് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് അറിയാമോ എനിക്ക് വേണ്ടി? ഇതാണ്. പക്ഷേ നമ്മളെന്താ പറയുക, പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഇപ്പോൾ ആ ഒരു കാര്യം നടന്നു വെച്ചാൽ എനിക്കൊരു ജോലി വേണം, എനിക്ക് പ്രാർത്ഥിക്കണം. അപ്പോൾ അങ്ങനെ എല്ലാവരും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പക്ഷേ വൺ തിങ് വി ഡോണ്ട് ഡു ഇസ്, ഇഫ് യു ക്യാൻ പറയണമെങ്കിൽ പറയാം, ലൈക്ക് ഐ എം പ്രേയിങ് ഫോർ യു കേട്ടോ എന്ന്. അത് പറയാൻ നേരത്തെ എന്താണെന്നറിയോ, വി ഫീൽ ലവ്ഡ്. അപ്പോൾ ഇന്ന് രാവിലെ എൻ്റെ ഫ്രണ്ട് എന്നോട് പറഞ്ഞു, നീ ധൈര്യമായിട്ട് പോയിക്കോ, പ്രാർത്ഥനയുണ്ട്, ലൈവിൽ കാണുന്നുണ്ടാവും, ധൈര്യമായിട്ട് പോയിക്കോ, ഒത്തിരി പേര് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്നൊക്കെ. സോ യു ഫീൽ സോ ലവ്ഡ്. എനിക്ക് പറയാം, പോകാനൊരു നമുക്കൊരിത്. പക്ഷേ
അതിൻ്റെ ഒരു ഫ്ലിപ്പ് സൈഡ് ഇസ് ദാറ്റ്, പ്രാർത്ഥിച്ചിട്ട് ഇപ്പോൾ കാര്യം നടന്നെന്ന് വെച്ചു, കണ്ട ഞാൻ പ്രാർത്ഥിച്ചിട്ടാ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്, കണ്ടിട്ടുണ്ടോ? ലൈക്ക് സ്പിരിച്വൽ ടെററിസ്റ്റും പോലെ. നമുക്കൊരുമാതിരി ഓക്കെ താങ്ക് യു, കർത്താവിൻ്റെ ഗുണമല്ല, കർത്താവിൻ്റെ കരുണയല്ല, അപ്പോൾ പറഞ്ഞില്ലല്ലോ ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ്, ഞാൻ ഫാസ്റ്റ് ചെയ്ത് പ്രാർത്ഥിച്ചായിരുന്നു. ഞാൻ പറഞ്ഞു താങ്ക് യു. അങ്ങനെ ഒരു സാധനം. സോ നമ്മൾ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുക, അവർക്കൊരു സപ്പോർട്ട് അറിയിക്കണം എന്നുണ്ടെങ്കിൽ പറയാതെ. ആൻഡ് ഇഫ് ദേ കം ആൻഡ് സേ താങ്ക് യു ഫോർ ദ പ്രേസ്, ഈ സാധനം നടന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? പ്രൈസ് ഗോഡ്, ഐ എം സോ ഹാപ്പി ഇറ്റ് ഹാപ്പൻ ഫോർ യു, കഴിഞ്ഞ്. അല്ലാതെ ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു, ഞാൻ ചെല്ലിയ ജപങ്ങൾ, ഞാൻ ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ടി ചെയ്ത, നമ്മുടെ ഗ്ലോറി എടുക്കരുത്, നമ്മുടെ എല്ലാം ഗ്ലോറി. ബിക്കോസ് നമ്മൾ പ്രാർത്ഥിച്ചത് കൊണ്ടല്ല കാര്യം, കർത്താവിൻ്റെ കാരണം മാത്രം. സോ ഇത് എല്ലാം നമ്മൾ എന്ത് ചെയ്താലും യു ഷൈൻ ദ ഗുഡ്നെസ് ഓഫ് ഗോഡ്, അല്ലാതെ നമ്മളാരുമല്ല. അതൊന്ന് ഓർത്താൽ മതി. ഓക്കെ, സോ അതാണ് എന്തായിരുന്നു കുഞ്ഞു. സോ ദാറ്റ് വാസ് ദ കമ്മ്യൂണിറ്റി ബിൽഡിംഗ്. ഇനി ഉള്ള ഒരു സാധനം ഇച്ചിരി സയൻസാണ്, വെറുക്കരുത്, കുറച്ചേ ഉള്ളൂ, എനിക്കത് കുറച്ചേ അറിയത്തുള്ളൂ. പക്ഷേ ലെറ്റ്സ് ലേൺ അബൌട്ട് ദ ബ്രെയിൻ ആൻഡ് ദ നെർവസ് സിസ്റ്റം. ഓക്കെ, ബ്രെയിൻ, ദിസ് ഇസ് ദ സാധനം നമ്മുടെ തലയുടെ അകത്ത്, സ്കള്ളിനകത്തിരിക്കുന്ന സാധനം. സോ ദ ബ്രെയിൻ ഹാസ് ഡിഫറെൻറ്റ് പാർട്സ്, റൈറ്റ്? എല്ലാ പാർട്സൊന്നും എനിക്കറിയത്തില്ല. നമ്മുടെ അത്യാവശ്യം ഇതുപോലത്തെ പരിപാടിക്ക് വട്ടച്ചെലവിനുള്ള ഐറ്റംസ് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. മുമ്പിലുള്ള ഈ സാധനത്തിൻ്റെ പേരാണ് പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ്. ഇവിടെ ഡോക്ടേഴ്സ് ഉണ്ടോ? ധൈര്യത്തോടെ സംസാരം, താങ്ക് ഗോഡ്. അപ്പോൾ ഇതാണ് പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ്. ഈ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് ഇസ് ദ സീറ്റ് ഓഫ് കോഗ്നിഷൻ. കോഗ്നിഷൻ ഇസ് തിങ്കിങ്, ലോജിക്, റീസണിങ്, ലേണിങ്, ഇതെല്ലാം ഇസ് ഇവിടെ സീറ്റ്. സോ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ബ്രെയിൻ. ഇതിൻ്റെ പുറകിലുള്ള ഒരാളുണ്ട്, നെയിം ഇസ് എമിഗ്ഡല. ഒരു ആൽമണ്ടിൻ്റെ ഷേപ്ഡ് ഒരു ചെറിയ സാധനമാണ്. പുള്ളിയാണ് ത്രെറ്റ് ഡിറ്റക്ഷൻ സെൻറ്റർ. ത്രെറ്റ് ഡിറ്റക്ഷൻ സെൻറ്റർ എന്ന് പറയുമ്പം ഇമോഷണൽ ബ്രെയിൻ എന്ന് വിളിക്കാം, പക്ഷേ പ്രൈമറിലി പുള്ളിയുടെ ദൈവം കൊടുത്തിരിക്കുന്ന മാൻഡേറ്റ് ഇസ് ദാറ്റ് ഈ കഥാപാത്രം ചാവാതെ നോക്കണം, അതാണ്. അപ്പോൾ നേരത്തെ നമ്മൾ പുലിയുടെ കാര്യം പറഞ്ഞില്ലേ, ഹായ് പുലി, ഹായ് ബ്രേക്ക്ഫാസ്റ്റ്, തീർന്നു. സോ അതൊന്നും ഇല്ലാതെ ത്രെറ്റ് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഡിറ്റക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനമാണ് എമിഗ്ഡല. ചിലപ്പോൾ നമ്മുടെ എമിഗ്ഡല ഇച്ചിരി ഹൈപ്പർ അറൗസ്ഡ് ആയിരിക്കും. സോ ആൻഡ് ഇപ്പോൾ പല ഭാഗങ്ങൾ ഓഫ് ദ ബ്രെയിൻ ഉണ്ട്, പക്ഷെ നമുക്ക് there is only so much resource that some parts can function. അമിഗ്ഡല ഒരു പ്രിമിറ്റീവ് ബ്രെയിനാണ്. വളരെ പണ്ട് മുതലേ ഉള്ള ഒരു ബ്രെയിനാണ്. ഈ കോർട്ടെക്സ് ഒക്കെ പിന്നീട് വന്ന സാധനങ്ങളാണ്. സോ അതാണ് ഈ എമിഗ്ഡല ഇസ് വെരി സ്ട്രോങ്. പുള്ളിക്ക് ഇങ്ങനെ ഹൈജാക്ക് ചെയ്യാൻ പറ്റും. ദി എൻറ്റയർ ബ്രെയിൻ ക്യാൻ ജസ്റ്റ് ഹൈജാക്ക് യു. അപ്പോൾ ഈ എമിഗ്ഡല വരാൻ നേരത്ത് അവൻ എല്ലാത്തിനെയും ഒന്ന് സ്റ്റോപ്പ് ചെയ്യിപ്പിക്കും. നമ്മുടെ ലോജിക് ഓഫായി പോവും. അങ്ങനത്തെ നല്ല കാര്യങ്ങളെല്ലാം ഓഫായിട്ട് ഇത് മാത്രം പേടിയാണ്. പിന്നെ ഫുൾ ഓവർ ഡ്രൈവിൽ നമ്മളിങ്ങനെ ഓവർ തിങ്ക് ചെയ്ത് വറി ചെയ്ത് അങ്ങനെ നമ്മൾ തന്നെ നമുക്കറിയാമോ ആ സിറ്റുവേഷൻ, നമുക്കൊക്കെ അറിയാമല്ലോ ഇത്. ആ സമയത്ത് വാട്ട് യു ക്യാൻ ഡു ഇസ് ചെറുതായിട്ട് ബൈപ്പാസ് ചെയ്ത് കൊടുക്കുക, ഒന്ന് മാറ്റി തിങ്ക് ചെയ്ത് കൊടുക്കുക, ഇതിനെ തിരിച്ച് ഓൺലൈൻ കൊണ്ടുവരാനായിട്ട്. അതിൽ നല്ലൊരു ഇതെന്ന് വെച്ചാൽ എന്തായാലും വറിയാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്, വറി വിച്ച് ഇസ് തിങ്കിങ് അബൌട്ട് വൺ നെഗറ്റീവ് തിങ് ഓവർ ആൻഡ് ഓവർ. സോ ആ പാർട്ട് ഓഫ് ദ ബ്രെയിൻ ഇസ് സ്റ്റിൽ വർക്കിംഗ്. നല്ല ഒരു റീപ്ലേസ്മെൻ്റ് ആണ് മെഡിറ്റേഷൻ, ബിബ്ലിക്കൽ മെഡിറ്റേഷൻ കേട്ടോ, നോട്ട് നമ്മുടെ മറ്റേ മെഡിറ്റേഷൻ വേ യു ആർ സപ്പോസ് ടു എംപ്റ്റി യുവർ ബ്രെയിൻ. ആ പരിപാടി എനിക്ക് ഇതുവരെ പറ്റിയിട്ടില്ല. നത്തിങ് മേക്സ് മീ ഫീൽ ലൈക്ക് എ ഫെയിലിയർ ലൈക്ക് മെഡിറ്റേഷൻ. ഈ തോട്ട്സ് എല്ലാം കളയൂ, അപ്പോൾ അതൊരു തോട്ടല്ലേ, അപ്പോൾ ഓക്കെ ഇല്ല കഴിഞ്ഞു പോയി എന്നുള്ളതൊരു തോട്ടല്ലേ. അപ്പോൾ എനിക്കത് ആ പരിപാടി അറിയത്തില്ല. സോ അതുകൊണ്ട് ബിബ്ലിക്കൽ മെഡിറ്റേഷൻ ഇറ്റ്സ് എ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് തിങ്. ബിബ്ലിക്കൽ മെഡിറ്റേഷൻ ഈസ് തിങ്കിങ് അബൌട്ട് പാസേജ് ഓഫ് സ്ക്രിപ്ചർ ഓർ ഒരു വിഷൻ, നമ്മുടെ ഒരു എന്താ പറയുക ഒരു ഇമേജറി, ഒരു ബിബ്ലിക്കൽ ഇമേജറി എടുത്തിട്ട് യു തിങ്കിങ് ഓവർ ദാറ്റ് സെയിം തന്നെ ഓരോ. സോ സെയിം പാർട്ട് ഓഫ് ദ ബ്രെയിൻ ദാറ്റ് യു യൂസ് ഫോർ വറിയിങ് ഇസ് യൂസ്ഡ് ഫോർ ബിബ്ലിക്കൽ മെഡിറ്റേഷൻ ആസ് വെൽ. നമ്മുടെ ഗിയർ ഒന്ന് മാറ്റി വിട്ടു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ ലൈക്ക് എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമുള്ളതാണ് Psalm 23, the still waters
I am a sheep and I am drinking from still waters. Because സീയിൽ പോയാൽ ലാമ്പിന് കുടിക്കാൻ പറ്റത്തില്ല, ബിക്കോസ് തിര വന്ന് ലാമ്പിനെ എടുത്തുകൊണ്ട് പോകും. സോ സ്റ്റിൽ വാട്ടേഴ്സിൽ കൊണ്ടുപോയി ചെയ്യുന്നു, ഗ്രീൻ പാസ്റ്റേഴ്സ്, ഭയങ്കര കാമിങ്ങാണ്. അപ്പം നമ്മൾ ഒരു സ്ട്രെസ് സ്പൈറലിൽ ഇരിക്കുകയാണെങ്കിൽ സാധനം മാറ്റിയാൽ മതി. സെയിം ബ്രെയിൻ പ്രോസസ്സാണ് വറിങ് ആൻഡ് മെഡിറ്റേഷൻ, സെയിം സാധനം. സോ നമ്മൾക്കൊരു ഒരു സെക്ഷനിൽ നിന്ന് മാറി വേറൊരു സെക്ഷൻ ഓഫ് ദ ബ്രെയിൻ എൻഗേജ് ചെയ്യാനായിട്ട് ഇച്ചിരി പാടുണ്ടാവായിരിക്കും. പക്ഷേ ദിസ് സ്വിച്ച് ആക്ച്വലി ക്വൈറ്റ് സീംലെസ്. ഫസ്റ്റ് ടൈം ഓർക്കത്തില്ലായിരിക്കും, പക്ഷേ നമ്മൾ കുറച്ച് സമയത്ത് നമ്മൾ ഇത് ചെയ്യാമായിരുന്നല്ലോ എന്ന് പറഞ്ഞ് കുറേ പ്രാവശ്യം വെൻ യു തിങ്ക് അബൌട്ട് ഇറ്റ്, അടുത്ത പ്രാവശ്യം ആങ്സൈറ്റി വരാൻ നേരത്ത് ദിസ് വിൽ കിക്ക് ഇൻ. ഓക്കെ, സോ ബൈബിളിലുള്ള ഇഷ്ടപ്പെട്ട വേഴ്സുകളെല്ലാം എടുത്ത് വയ്ക്കുക. സോ ഇഫ് യു ഫീൽ ലൈക്ക് നത്തിങ്, എന്നെ ഒന്നിനും കൊള്ളത്തില്ല, അല്ലെങ്കിലേ എനിക്കറിയാമായിരുന്നു, അങ്ങനത്തെ സാധനങ്ങളൊക്കെ വരാൻ നേരത്ത് യു സേ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഐസയ 43, Do not fear, I have redeemed you. I have summoned you by name. You are mine. ഞാനേ എന്നാലോചിക്കേ, when you pass through waters, I will be with you. And when you pass through the rivers, they will not sweep over you. When you walk through fire, you will not be burned. The flames will not set you ablaze. For I am the Lord your God, the Holy One of Israel, the Savior. Since you are precious and honored in my eyes, and I love you. And my favorite, I am precious and honored in the Lord's eye. പിന്നെ ബാക്കിയുള്ളവർ നമുക്ക് വലിയൊരു മാറ്ററല്ലോ, ബിക്കോസ് ഈ ലോകം മുഴുവൻ ഈ സർവ്വചരാചരങ്ങളും സൃഷ്ടിച്ച കർത്താവ് സെയിം യു ആർ പ്രഷ്യസ് ആൻഡ് ഓണേർഡ് ഇൻ മൈ ഐ. മതി, പിന്നെ വേറെ ആരുടെയും വലിയൊരു സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യം ഐ ഡോണ്ട് തിങ്ക് നമുക്ക് വലിയ ആവശ്യമുണ്ട്. സോ വെൻ യു ആർ ഇൻ എൻ ആങ്സൈറ്റി സ്പൈറൽ ഓർ ഇൻ എ ഷെയിം സ്പൈറൽ, സ്വിച്ച് ദ ഗിയർ. കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക ഫൈൻഡിങ് ഔട്ട് വാട്ട് യു നീഡ് ഫ്രം ദ ബൈബിൾ. ഇഷ്ടപ്പെട്ട വേഴ്സസ് ഒക്കെ എടുത്ത് റെഡി ആയിട്ട് വയ്ക്കുക, ആൻഡ് ദെൻ യു മെഡിറ്റേറ്റ് ഓൺ ദാറ്റ്. പിന്നെ എനിക്ക് ഇഷ്ടമുള്ള ഒരു വേർഷൻ, സേഫ്റ്റി ഇഷ്യൂസ്. ഓക്കെ, ഒരു പേടി, ഒരു എവിടെ പോയി ഞാൻ ഒളിക്കും, എനിക്ക് ആരും ഇല്ലാതെ വന്നാൽ ഞാൻ എവിടെ പോയി ഒളിക്കും, ആ ഒരു ഇത്. അപ്പോൾ നമ്മുടെ സാം 91 ഇല്ലേ, കാണാതെ അറിയത്തില്ല എല്ലാവർക്കും, നമ്മുടെ അത് അങ്ങനെ ഹി ഒരു ഇങ്ങനെയാണ് ചെല്ലാറ്. പക്ഷെ എന്നാലും നമ്മൾ ചിന്തിക്കുമ്പോൾ ഹി വിൽ കവർ യു വിത്ത് ഹിസ് ഫെദേഴ്സ് ആൻഡ് അണ്ടർ ഹിസ് വിങ്സ് യു വിൽ ഫൈൻഡ് റെഫ്യൂജ്. ഒന്ന് ആലോചിച്ച് നോക്കി, എന്തൊരു ഇമേജറിയാണ്. ലൈക്ക് ഹീസ് കവറിങ് യു വിത്ത് ഹിസ് പിനിയൻസ് ആൻഡ് അണ്ടർ ഹിസ് വിങ്സ് യു ആർ സോ സേഫ്. പിന്നെ ദ നെയിം ഓഫ് ദ ലോർഡ് ഇസ് എ ഫോർട്രസ്. നമ്മൾക്ക് പേടി, നമ്മൾ if you are in danger, you can run to the name of the Lord and be safe. So ഈ ഇമേജറീസ് എല്ലാം കൊണ്ട് നമ്മുടെ ബ്രെയിനെ ഫിൽ ചെയ്തുണ്ടല്ലോ, ഇറ്റ് ഈസ് ബ്യൂട്ടിഫുൾ. ആൻഡ് വി നൗ ഹാവ് ഡേറ്റ ഷോയിങ് ദാറ്റ് നമ്മൾ കർത്താവിൻ്റെ സ്നേഹത്തിനെ പറ്റി ചിന്തിക്കുമ്പം ഓക്സിറ്റോസിൻ, ദ ഹോർമോൺ ഓക്സിറ്റോസിൻ ഈസ് ബീങ് റിലീസ്ഡ് ഇൻ ദ ബ്രെയിൻ. ഓക്സിറ്റോസിൻ പരിചയമുണ്ടോ? ഓക്സിറ്റോസിൻ ഹോർമോൺ ചെറുതായിട്ട് പരിചയമുണ്ട്. യെസ്, ആരാണ് പറയൂ? വൈബ കോൺട്രാക്ഷൻസ്. ഓക്സിറ്റോസിനോ? ഹാപ്പി ഹോർമോൺ. ദിസ് ലവ് റിലാക്സിംഗ് ഹോർമോൺ, ലവ് ഹോർമോൺ ആണ്. ഇറ്റ്സ് ബോണ്ടിങ് ഹോർമോൺ ആണ്. ഇപ്പം നമ്മൾ നമ്മുടെ ഡെലിവറി ചെയ്യുന്നതിന് മുന്നേ ഐ തിങ്ക് ദ ബോഡി റിലാക്സസ്. വാസോപ്രസിൻ അല്ലേ? ഇറ്റ്സ് ബേബി വരാൻ നേരത്തെ ഓക്സിറ്റോസിൻ ഉണ്ട്, ബോണ്ടിങ് വിത്ത് ദ ബേബി, ബേബി ജനിച്ച് കഴിയാൻ നേരത്തെ. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു പട്ടിയെ കളിപ്പിക്കുമ്പോഴും കെട്ടിപ്പിടിക്കുമ്പോഴും ഒക്കെ നമ്മുടെ ബോഡി ഈസ് റിലീസിങ് ഓക്സിറ്റോസിൻ. വെൻ യു ആർ വിത്ത് യുവർ ഫാമിലി, യുവർ ക്ലോസ് ഫ്രണ്ട്സ്, ഈ ഓക്സിറ്റോസിൻ നമ്മുടെ ബോഡി കൂടി ഇങ്ങനെ ഫ്ലഡ് ചെയ്യും. ഒരു ഭയങ്കര സന്തോഷമാണത്. എസ്പെഷ്യലി ഇഫ് യു ഹാവ്, നമുക്കറിയാം ഇപ്പോൾ മാർത്താ മറിയം സംഘം, നമുക്കറിയാം വെൻ വിമൻ ഗെറ്റ് ടുഗെദർ ആൻഡ് വെൻ വി റെഗുലേറ്റ് ഈച്ച് അതർ. വിമൻ്റെ സപ്പോർട്ട് എന്ന് പറയുന്നത് അതെനിക്കറിയില്ല നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമെന്ന്, പക്ഷേ അതൊരു ഭയങ്കര സംഭവമാണ് അല്ലേ? വിത്തൗട്ട് ജഡ്ജ്മെൻറ്റ് ആൻഡ് വിത്തൗട്ട് ജെലസി, വെൻ വിമൻ സപ്പോർട്ട് ഈച്ച് അതർ, ഇറ്റ് ഈസ് അതിന് പകരം വെക്കാൻ വേറെ ഒന്നും ഇല്ല. സോ ഇപ്പോൾ നമുക്ക് ലാപ്ടോപ്പില്ല, ആരെങ്കിലും ഉണ്ടാവും ഫ്രണ്ട്സ്, വെളിപ്പുറത്തുണ്ട് ഫ്രണ്ട്സ്, ലാപ്ടോപ്പ് കൊണ്ടുവരാനും HDMI കേബിൾ വരാൻ, നീ ഒന്ന് കയറിയാൽ മതി, എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞോ നമ്മൾ ചെയ്തിരിക്കും, നീ ഒന്ന് കയറിയാൽ മതി എന്ന് പറയാനായിട്ട് നമ്മുടെ കൂടെ എപ്പോഴും ഫ്രണ്ട്സ് ഉണ്ടാവും. എന്തായിരുന്നത്? നമ്മുടെ ബ്രെയിൻ. Sympathetic nervous system. Okay? Sympathetic nervous system is what engages when you are in threat. ഇപ്പോൾ ഒരു നമ്മുടെ പുലി, നമ്മുടെ കഴിഞ്ഞ കഥയിലെ സെയിം പുലി, ആ പുലിയെ നമ്മൾ കാണാൻ നേരത്ത് ഇറ്റ്സ് എ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ദാറ്റ് ഗെറ്റ്സ് ട്രിഗേർഡ്.
ആ സിസ്റ്റമാണ് നമ്മുടെ ഇറ്റ്സ് വാട്ട് റാലീസ് ഓൾ ദ ട്രൂപ്സ് ലൈക്ക് കണ്ണിൻ്റെ പ്യൂപ്പിൾസിനെ ഡൈലേറ്റ് ചെയ്യും സോ ദാറ്റ് മോർ ലൈറ്റ് ക്യാൻ കം ഇൻ. The blood rushes through your extremities, your feet and your arms ഓടാനായിട്ട്. സോ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ്, ഫൈറ്റ്, ഫ്ലൈറ്റ്, ഫ്രീസ്, ഫോൺ, 4 സ്റ്റേറ്റ്സാണ് ഉള്ളത്. സോ ഇതിനെ നമ്മളെ പ്രിപ്പയർ ചെയ്യുന്നതാണ് ദ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം. പക്ഷേ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ഇങ്ങനെയായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ലല്ലോ. ദർ ഈസ് another thing which is called the parasympathetic nervous system that will come and calm you down. That is the parasympathetic nervous system. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ആദ്യത്തെ ഞെട്ടൽ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടെ അങ്ങനെ തന്നെ ആയിരിക്കും നമ്മളിന്ന്. സോ ഇറ്റ്സ് ദ പാരസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിനെ നമ്മൾ അറിഞ്ഞുകൊണ്ട് നമുക്ക് എൻഗേജ് ചെയ്യാൻ പറ്റും. സോ ദർ ഇസ് ദിസ് വെരി ഇൻട്രസ്റ്റിംഗ് നെർവ്, ഇറ്റ്സ് എ കപ്പിൾ ഓഫ് നെർവ്സ് ആക്ച്വലി കോൾഡ് ദ വേഗസ് നെർവ്. ഇത് നിങ്ങൾ എവിടെയെങ്കിലൊക്കെ കേട്ട് കാണും, വേഗസ് നെർവ് ആക്ടിവേഷൻ, വേഗസ് നെർവ് സ്റ്റിമുലേഷൻ. കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. അത് ജെൻസിക്കാർക്ക് അറിയാം. അവർക്ക് കുറേയും കൂടെ ആക്ച്വലി അവർക്ക് കുറേ കൂടെ ഇമോഷൻസ് വേർഡ്സും ഒക്കെ അറിയാം കേട്ടോ. നമ്മളങ്ങ് മിസ്സായി പോയെന്നേ ഉള്ളൂ. സാർ നമുക്ക് പിടിച്ചെടുക്കാം. സോ വേഗസ് നെർവ് ആക്ടിവേഷൻ, ഇപ്പം ഒത്തിരി സ്ട്രെസ്ഫുൾ പീരീഡിൽ കൂടെ ഒക്കെ പോകുവാണെങ്കിൽ ഇഫ് യു ഗൂഗിൾ വേഗസ് നെർവ് ആക്ടിവേഷൻ ഓ വേഗസ് നെർവ് സ്റ്റിമുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ എക്സസൈസസ് ഉണ്ട് ദാറ്റ് കം. സോ ഇറ്റ്സ് എ 10th cranial nerve. ഓക്കെ, ഇറ്റ് കണക്ട്സ് ദ ബ്രെയിൻ ടു യുവർ ഗട്ട്. നമ്മുടെ ഗട്ടിലും ഒത്തിരി ന്യൂറോൺസ് ഉണ്ട്, ലൈക്ക് എ ഫ്യൂ മില്യൺസ് ഓഫ് ന്യൂറോൺസ് ഓൾറെഡി നമ്മുടെ ഗട്ടിലുണ്ട്. സോ നമ്മൾ പണ്ട് പറയത്തില്ലേ ഗട്ട് ഫീൽ എന്നൊക്കെ പറയത്തില്ലേ, ദാറ്റ്സ് ആക്ച്വലി ബയോളജിക്കലി വൈഡ്, അതിൽ ഉള്ള കാര്യം. സോ ദിസ് 10th cranial nerve ദാറ്റ് ഗോസ് ഫ്രം യുവർ ബ്രെയിൻ ടു ദ ഗട്ട്. ഈ സാധനം ഇതൊരു മോട്ടോർ ഇതല്ല, ഇറ്റ്സ് നോട്ട് എ മോട്ടോർ നെർവ്, ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു മേക്ക് യു ഡൂ തിങ്സ്, ബട്ട് ഇറ്റ്സ് എ സ്റ്റേറ്റ് നെർവ്. സോ ഈ നെർവ് എൻഗേജ്ഡ് ആയിരിക്കുമ്പോൾ നമ്മുടെ പാരസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം വന്നിട്ട് നമ്മൾ കാമാവും. കുറേ കാര്യങ്ങൾക്ക് ഇതിനെത് ചെയ്യാൻ പറ്റും. വൺ ഇസ് ബ്രെത്ത് വർക്ക്. ബ്രെത്ത് വർക്ക് ലൈക്ക് ബോക്സ് ബ്രീതിങ് എന്നൊക്കെ പറഞ്ഞു. ഇപ്പം ചെയ്യാൻ എന്താ, ജസ്റ്റ് റിമെമ്പർ ദിസ് വേർഡ് ബോക്സ് ബ്രീതിങ്. അത് ഗൂഗിൾ ചെയ്ത് അതിലിങ്ങനെ അവരൊരു യൂട്യൂബ് വീഡിയോ തരം കാണിക്കും. സോ യു ആർ ഹോൾഡിങ് യുവർ ബ്രെത്ത്, ഇൻഹെയിൽ, ഹോൾഡ്, എക്സ്ഹെയിൽ, ഹോൾഡ്, ഇൻഹെയിൽ. അതെല്ലാം ഒരേ ഇതായിരിക്കും. ചിലപ്പോൾ 3 seconds 2 seconds എന്താണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഇറ്റ്സ് കോൾഡ് ബോക്സ് ബ്രീതിങ്. ദാറ്റ് വിൽ കാം യുവർ നെർവസ് സിസ്റ്റം ഡൗൺ. പിന്നെ ഉള്ളത് ബട്ടർഫ്ലൈ ഹഗ്, ബൈലാറ്ററൽ സ്റ്റിമുലേഷൻ. 2 ഹെമിസ്ഫിയേഴ്സ് ഓഫ് ദ ബ്രെയിനിനെ ഇങ്ങനെ ചെയ്യുന്ന ഒരു സാധനമാണ് ബൈലാറ്ററൽ ബട്ടർഫ്ലൈ ഹഗ്. ദാറ്റ് വിൽ ഓൾസോ and also swimming is good സാധനം കേട്ടോ, because it also has bilateral stimulation. So അങ്ങനത്തെ കുറച്ച് സാധനങ്ങളുണ്ട്. പിന്നെ ഹമ്മിങ്, സിംഗിങ്, ഇങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട് ദാറ്റ് വിൽ കാം യുവർ നെർവസ് സിസ്റ്റം ഡൗൺ. സോ വാട്ട് ഹാപ്പൻസ് ഇസ് ജനറലി നമ്മുടെ പഴയ പുലിനെ തിരിച്ചുകൊണ്ടുവരാം. പഴയ പുലി വന്നു, അപ്പം നമ്മുടെ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം കിക്ക് ഇൻ ചെയ്തു, നമ്മൾ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മോഡിലായി. പിന്നെ പുലി പോയി, അപ്പോൾ നമുക്ക് മനസ്സിലായി പുലി പോയിന്ന്. അപ്പം നമ്മുടെ പാരസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം വന്ന് നമ്മളെ കാം ഡൗൺ ചെയ്തു. ഓക്കെ, സോ ദാറ്റ്സ് ഹൗ ഇറ്റ് വാസ് പണ്ട്. ഇപ്പോഴത്തെ നമ്മുടെ സ്ട്രെസ്സുകൾ അങ്ങനെ വന്നും പോയി നിൽക്കുന്ന സാധനങ്ങളല്ല. വി ആർ ക്യാരിങ് ദം വിത്ത് അസ്. ജോലിയുടെ സ്ട്രെസ്സ്, വീട്ടിൽ കൊച്ചിൻ്റെ സുഖമില്ലെങ്കിൽ അതുകൊണ്ട് നമ്മൾ ജോലിക്ക് എല്ലായിടത്തും എവിടെ പോയാലും നമ്മളുടെ സ്ട്രെസ് ഇത്. സോ നമ്മുടെ മൈൻഡിന് മനസ്സിലാവുന്നില്ല എപ്പോഴാണ് ഈ സാധനം. സോ ഇത് ഓട്ടോമാറ്റിക്കലി അങ്ങ് കിക്കിൻ ചെയ്യത്തില്ല. So we just need to take some time and talk to ourselves. നമ്മൾ 3 Idiots സിനിമയിൽ പറയത്തില്ലേ, all is well, all is well. Literally that. You just need to tell yourself all is well എന്നുള്ള ഇത്. കുറച്ച് ഹമ്മിങ്, കുറച്ച് എന്തെങ്കിലുമൊക്കെ റിലാക്സേഷൻ, whatever you find relaxation. അല്ലെങ്കിൽ ഈ വേഗസ് നെർവ് സ്റ്റിമുലേഷൻ സാധനം ഇഫ് യു ഗൂഗിൾ ആൻഡ് ഫൈൻഡ്, അങ്ങനത്തെ കുറച്ച് ആക്ടിവിറ്റി ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ കഴിഞ്ഞിരിക്കും. സോ ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് ഇസ് യൂസിങ് യുവർ മൈൻഡ്. So the point is, if you don't process things using your mind, it will come out through your body. So അത് അസുഖങ്ങളായിട്ടും ഭയങ്കര ഒരു സ്ട്രെസ്ഫുൾ പീരീഡ് കഴിയാൻ നേരത്ത് ഒരു അസുഖം വരത്തില്ലേ. സോ അങ്ങനത്തെ ഒരു സാധനമുണ്ട്. ആ സ്ട്രെസ്ഫുൾ പീരീഡിൽ ചിലപ്പോൾ നമ്മൾ പിടിച്ച് നിൽക്കും, പക്ഷെ അത് കഴിഞ്ഞ ഉടനെ നമ്മുടെ ഇതെല്ലാം ഇമ്മ്യൂണിറ്റി എല്ലാം കൂടെ അങ്ങ് താഴോട്ട് പോയിട്ട് നമുക്കൊരു അസുഖം വരും. ഇറ്റ്സ് ലൈക്ക് നോർമൽ. സോ അങ്ങനത്തെ ഒരു അത് പിന്നെ ഉള്ളത് they say inflammatory conditions, fibromyalgia, ഇങ്ങനത്തെ സാധനം കൂടുതലും പെണ്ണുങ്ങൾക്ക് വരുന്നതെന്ന് പറയുന്നത്. എന്താണെന്നറിയാമോ? ആങ്കർ എക്സിബിറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്. നമ്മളെ കണ്ടീഷൻ ചെയ്ത് വെച്ചിട്ടില്ലേ നമ്മുടെ നന്മയുടെ നിറകുടമാണെന്ന്.
സോ അത് കാരണം നമ്മൾ ഈ സാധനം അങ്ങ് പഠിച്ചില്ല. ഇത് നമുക്ക് ദേഷ്യം വന്നു വെച്ചാൽ നാട്ടുകാരെ മുഴുവൻ പോയി ചീത്ത വിളിക്കാനല്ല പറയുന്നത്. പക്ഷേ അക്നോളജ് ദാറ്റ് സംതിങ് ഹാപ്പൻ ദാറ്റ് ഈസ് അൺഫെയർ. ഓക്കെ, നമുക്കത് എക്സിബിറ്റ് ചെയ്യാനോ നമ്മളത് ചെയ്ത ആളെ പോയി ഉപദ്രവിക്കുകയോ ഒന്നും നമുക്ക് പറ്റത്തില്ല. അതൊന്നും അല്ല ചെയ്യേണ്ട കാര്യം. പക്ഷേ ജസ്റ്റ് അക്നോളജ് അറ്റ്ലീസ്റ്റ് യുവർ സെൽഫ് ദാറ്റ് ഇത് അൺഫെയർ ആയിരുന്നു, എനിക്കിപ്പോൾ ദേഷ്യം വരുന്നത് തെറ്റല്ല. യു ജസ്റ്റ് അക്നോളജ് ദാറ്റ് അത്, എന്നിട്ട് ജസ്റ്റ് ലെറ്റ് ഇറ്റ് ഗോ, അത്രേ ഉള്ളൂ. സോ ജസ്റ്റ് ഹെൽപ്പ് യുവർ സെൽഫ്. നമ്മുടെ ബോഡി, നമ്മുടെ ബ്രെയിൻ, നമ്മുടെ നെർവ് സിസ്റ്റത്തിന് നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക. ലൈക്ക് ഇഫ് ഇറ്റ് വാസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട്, ലൈക്ക് ഇഫ് യു ആർ യുവർ ബെസ്റ്റ് ഫ്രണ്ട്. അപ്പോൾ എങ്ങനെ ചെയ്തു? അപ്പോൾ ബെസ്റ്റ് ഫ്രണ്ടിന് എന്താ ചെയ്യേണ്ടത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ബെസ്റ്റ് ഫ്രണ്ടിനൊരു പ്രശ്നം വന്നാൽ എന്ത് ചെയ്യും? നമ്മുടെ കയ്യിൽ എല്ലാ സൊല്യൂഷനും ഉണ്ട്. അങ്ങനെ ചെയ്യണം, നീ ഇങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും. സ്വന്തം കാര്യം വരാനർത്ഥം അയ്യോ ഒന്നും അറിയത്തില്ല. സോ നമുക്കും അതുപോലെ പുറത്തുനിന്ന് പറഞ്ഞു തരാൻ ആൾക്കാർ ഉണ്ടാവുമായിരിക്കും. ഉണ്ടെങ്കിൽ നല്ലത്, ഇല്ലെങ്കിൽ ഗോ ടു തെറപ്പി. ഒരു ആളെ അടുത്ത് ഇരുന്ന് നമ്മൾ നമ്മുടെ ഈ സാധനങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് ഭാരങ്ങളൊക്കെ ഒന്ന് ഇറക്കി വെച്ച് നമ്മൾ ഒന്നൊന്ന് ഫിഗർ ഔട്ട് ചെയ്താൽ മതി. നമുക്ക് നമ്മുടെ വലിയ വലിയ പ്രശ്നങ്ങളൊന്നും നമുക്കൊന്നുമില്ല, ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ്. പക്ഷേ യു നീഡ് ടു ബി കാം ആൻഡ് ടു സിറ്റ് സ്റ്റിൽ ആൻഡ് ടു ഫിഗർ ഔട്ട് തിങ്സ്. നിങ്ങളൊരു തെറപ്പിസ്റ്റിനടുത്ത് പോയി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേറെ തെറപ്പിസ്റ്റിനടുത്ത് പോകാം, ദാറ്റ്സ് ഫൈൻ. നമ്മുടെ ഹ്യൂമൻ ബീയിങ്സ് ആണല്ലോ, നമുക്ക് എല്ലാവരുമായിട്ടൊന്നും ഫ്രണ്ട്സ് ആവാനോ ഒരാളടുത്ത് എല്ലാവരും നമുക്ക് തുറന്ന് പറയാനോ പറ്റത്തില്ലായിരിക്കും. സാരമില്ല, വേറെ ഒരാളെ ട്രൈ ചെയ്യുക, ദാറ്റ്സ് നത്തിങ് റോങ് ഇൻ ദാറ്റ്. പക്ഷേ ദാറ്റ് ഇസ് ഓൺലി ദ ഫസ്റ്റ് സ്റ്റെപ്പ്. ഞാനൊരു തെറപ്പിക്ക് പോയി എന്നിട്ടൊരു ഗുണം ഉണ്ടായില്ല എന്ന് പറയരുത്. ബിക്കോസ് ഒരു 10-40 കൊല്ലം കൊണ്ട് ഉണ്ടാക്കി വെച്ചേക്കുന്ന ഡിസ്ഫങ്ഷൻ ആയിരിക്കും. സോ അത് ഇറ്റ് വിൽ ടേക്ക് ടൈം ടു മൂവ്, റൈറ്റ്? പിന്നെ പേഴ്സണൽ ട്രെയിനർ എന്നൊക്കെ പറയുന്ന പോലെ, പേഴ്സണൽ ട്രെയിനർ അടുത്ത് നിന്നതുകൊണ്ടോ അയാൾക്ക് കാശ് കൊടുത്തതുകൊണ്ടോ നമ്മുടെ വർക്കൗട്ട് നടക്കത്തില്ല. ആ വർക്കൗട്ട് നമ്മൾ തന്നെ ചെയ്യണം, റൈറ്റ്? സോ അതുപോലെ, സോ യു ഗോ ടു എ പ്രൊഫഷണൽ and you sit and you figure out things and you do it and then you go for it. It will make such a big difference in our lives. Okay? So, and ഏറ്റവും വലിയ ഈ നെർവസ് സിസ്റ്റം റെഗുലേറ്റ് ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ റെഗുലേറ്റർ ആരാന്നറിയോ? എൻ്റെ എക്സ്പീരിയൻസിൽ കർത്താവ് തന്നെയാണ്. അത്രയും നോൺ ജഡ്ജ്മെൻ്റലായിട്ട് നമ്മളുടെ എല്ലാ ആങ്സൈറ്റീനെയും നമ്മുടെ എല്ലാ ട്രോമേനെയും മനസ്സിലാക്കുന്ന വേറെ ആരുമില്ല. സോ സിറ്റ് അറ്റ് ദ ഫീറ്റ് ഓഫ് ജീസസ് with all your anxieties. നമുക്ക് ചെയ്യാവുന്ന എല്ലാം ചെയ്യുക. വാട്ട് എവർ ഇസ് ഇൻ യുവർ പവർ, ഡു ഓൾ ഓഫ് ദാറ്റ്. പറ്റാത്തത് കുറേ ഉണ്ടാവും, അതെല്ലാം അങ്ങോട്ട് കൊടുക്കുക. ആൻഡ് ലിറ്ററലി ഡു ദാറ്റ്. കർത്താവിന് അറിയാമല്ലോ, കർത്താവ് ചെയ്തോളും, അങ്ങനെയല്ല. ഇറ്റ്സ് ഫോർ ഹിസ് പ്ലെഷർ ദാറ്റ് യു ആർ സേയിങ്. അത് പറഞ്ഞു, അത് ഏൽപ്പിച്ചു എന്നുള്ളൊരു മനസ്സമാധാനം നമ്മുടെ ബോഡിക്കും കിട്ടണം. ദാറ്റ് കുഴപ്പമില്ല, റിലാക്സ് ചെയ്യാം, കർത്താവ് പുള്ളി അങ്ങ് ചെയ്തോളും, ഇറ്റ്സ് ഓക്കെ. ചെയ്യാൻ എബിലിറ്റിയും ഉള്ള, ആഗ്രഹവുമുള്ള, നമ്മളോട് കൺസേണുമുള്ള ആളാണ് കർത്താവ്. So he will be there. So just sit at the feet of Jesus and learn from him and co-regulate with him, because പുള്ളിക്ക് സ്ട്രെസ് ഒന്നുമില്ല, നമ്മളെ പോലെ അല്ല. പുള്ളി വളരെ ചില്ലാണ്. പുള്ളി മാർത്തയോടും പറഞ്ഞതാണ്, ചിൽ മാർത്ത, ചിൽ. സോ അങ്ങനെ ഒരു വളരെ കാം ഗോഡ്. സോ ഇപ്പോൾ കർത്താവിന് ഭയങ്കര വറീഡാണെങ്കിൽ നമ്മൾ അടുത്ത് പോയി കഴിയുമ്പോൾ നമ്മളെന്താ? അങ്ങനെയല്ല. ഹീ ഈസ് ഓൾവേസ് കാം. ഹീ സീസ് ദി എൻഡ് ഫ്രം ദ ബിഗിനിങ്. സോ ജസ്റ്റ് ഗോ ടു ഹിം ആൻഡ് ലേൺ ഫ്രം ഹിം. So my dear sisters, all I want to say is, you make sense to him. No matter what you've gone through, no matter how far you think you have gone, or if you feel that you are not close to him, you still make sense to him. He sees you in your entirety. നമുക്ക് നമ്മളെ അറിയുന്നതിനേക്കാളും കൂടുതൽ കർത്താവിന് ഫുൾ എല്ലാ സൈഡിനുമുള്ള നമ്മളെ അറിയാം. And he cares about you. And the feet, sit at the feet of Jesus എന്ന് പറഞ്ഞാൽ ആ ഒരു പൊസിഷൻ ഉണ്ടല്ലോ, ദാറ്റ് ഈസ് യോഴ്സ്. ഇഫ് യു കോൾ ഹിം ലോഡ്, ദാറ്റ് ഈസ് യോഴ്സ്. ആർക്കും എടുത്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല. സോ നോ ബഡി വിൽ കിക്ക് യു ഔട്ട് ഓൾസോ. നമ്മൾ കുറേ തെറ്റൊക്കെ ചെയ്ത് വെച്ച് കർത്താവിൻ്റെ അടുത്ത് അയ്യോ സോറി എന്ന് പറഞ്ഞ് ചെല്ലുമ്പോൾ ഹീ വിൽ നെവർ റിജക്റ്റ് യു. പീപ്പിൾ വിൽ റിജക്റ്റ് യു, അതിപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഹീ വിൽ നെവർ റിജക്റ്റ് യു, ആൻഡ് ദാറ്റ് സ്പേസ് ഇസ് ഓൾവേസ് യോഴ്സ്. നോ ദാറ്റ് ഹീ ഹാസ് ഗോട്ട് യുവർ ബാക്ക്. And everything is figure outable. Just take the first step. Thank you.